80-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ വേദപുസ്തകങ്ങളെ തുറന്ന് അതിന്റെ പ്രാരംഭ വാക്യം നമുക്ക് വായിക്കാം. Let us open our Bible to the book of Psalms, chapter 80, verse beginning onwards. ആട്ടിൻകൂട്ടത്തെ പോലെ യോസെഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy precious name of God. 80-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യമാണ് നമ്മുടെ ധ്യാനത്തിനായി നാം വായിച്ചു കേട്ടത്. We have just read for our meditation from the book of Psalms, chapter 80, verse 1. വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ കാണപ്പെടുന്ന ഈ ഭാഗങ്ങളെക്കുറിച്ച് നാം നോക്കുമ്പോൾ, When we look into the Psalms from the scriptures of the Bible, ദൈവഭക്തന്മാരായ അനേകർ തങ്ങളുടെ അനുഭവങ്ങളിലൂടെ പാടിയ മനോഹരമായ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. many of them who are being as the saints, they have sung the Psalms and they have written it in the scripture. സങ്കീർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ദാവീദാണ്. The most important of the psalmists is Psalmist David. അതുപോലെ മറ്റു പലരും ഈ സങ്കീർത്തന ഭാഗങ്ങൾ എഴുതിയിട്ടുള്ളതായി കാണുവാൻ കഴിയും. Also we can see many of them has written the Psalms as well. ആസാഫ്, കോരഹ് പുത്രന്മാർ, ഹേമാൻ, ഹേഥാൻ, ശലോമോൻ, മോശ തുടങ്ങിയവരൊക്കെ സങ്കീർത്തന ഭാഗങ്ങൾ രചിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. We can find many of them like Asaph and Heman and sons of Korah, Moses, and so many has written, they have recited these Psalms. നാം ഇപ്പോൾ വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗം ആസാഫിന്റെ ഒരു കീർത്തനമാണ്. We have just read from the Psalm which was written by Asaph. ഈ സങ്കീർത്തനത്തിൽ ഏതാണ്ട് 19 വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. We can see around 19 verses from the Psalm. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. ഈ വേദഭാഗങ്ങളെ കുറിച്ച് നാം വ്യക്തമായി പഠിച്ചു നോക്കിയാൽ, When we look into this clearly from the verses, ദൈവത്തോടുള്ള ദൈവത്തിന്റെ കരുണയ്ക്കും അവന്റെ നീതിക്കും വേണ്ടിയൊക്കെയുള്ള ഒരു പ്രാർത്ഥന അപേക്ഷകളായി നമുക്ക് അവയെ കാണുവാൻ കഴിയും. we can find as a prayers and supplications for the grace and also the justification and righteousness from God. എന്തൊക്കെയോ കാരണങ്ങളാൽ ദൈവത്തിൽ നിന്ന് തെറ്റി അകന്നു പോയവർ ദൈവസന്നിധിയിലേക്കുള്ള മടങ്ങിവരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണത്. This is a song which sings about those people who are being, because of many reasons, have they fallen off from the presence of God. എന്തുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, Why it is said so? അതിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വേദഭാഗം നമുക്ക് കാണുവാൻ കഴിയും. We can find some of the verses which is being repeatedly said. 80-ാം സങ്കീർത്തനത്തിന്റെ 3, 7, 19 വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ, When we read Psalm 80 verse 3, 7 and 19. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. O Lord God from the heaven, let us be ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. You need to shine your faces because let us be saved. യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ളൊരു അപേക്ഷ അവിടെ കാണുവാൻ കഴിയും. We can find an application is being read of restoration. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the Lord. ദൈവം ആക്കി വെച്ച സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോയതുപോലെയും, As the positions which the Lord has placed is being lost. ആക്കി വെച്ച നിലവാരത്തിൽ നന്യപ്പെട്ടതിൽ നിന്ന് മടങ്ങി വരുവാനുള്ള ആഗ്രഹത്തോടെ, ദുഃഖത്തോടെ, സന്തോഷത്തോടെ, ആഗ്രഹത്തോടെ ഒക്കെ അത് പറയുകയാണ്. With an eagerness, with a desire, they are just saying to return or restore us back. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of God. പ്രധാനമായി മറ്റ് 2 വിഷയങ്ങൾ കൂടെ ആ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. And another important things that we can read from the Psalm. ഇത് ദൈവജനത്തെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. This we can see as an experience of the children of God. 2 ഭാഗങ്ങളായി ആ സങ്കീർത്തനത്തിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. We can find the Psalm in 2 parts. ഒന്ന് ഒരാട്ടിൻകൂട്ടമായി കാണുന്നു, One as a flock. മറ്റൊന്ന് ഒരു മുന്തിരിവള്ളിയായി കാണുവാൻ കഴിയുന്നു. The other we can find as a grapevine. ദൈവം നയിക്കുന്ന ഒരു ആട്ടിൻകൂട്ടത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. We can find a flock which is led by God. ദൈവത്താൽ നടപ്പെട്ട ഒരു മുന്തിരിവള്ളിയെയും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Also we find as a grapevine which is led by the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the Lord. നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവരുമ്പോൾ, When we look into the verse which is being read now, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവൻ എന്ന് ദൈവവചനം പറയുകയാണ്. this we can find as this flock which was led by Judah. ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. Give ear, O shepherd, the Lord of Israel. ആ പ്രാരംഭ വാക്യത്തിൽ തന്നെ ദൈവം തന്റെ ജനത്തെ നടത്തുന്നു എന്നൊരു സന്ദേശം കാണുവാൻ കഴിയും. We can find in the beginning itself
we can find a verse, the Lord is leading. നമ്മെ ഓരോരുത്തരെയും നടത്തേണ്ടത് ദൈവമാണ്. Each one of us should be led by God. ഈ മരുഭൂമി ജീവിതയാത്രയിൽ നാം ദൈവത്താൽ നടത്തപ്പെടേണ്ടവരാണ്. In this wilderness journey, we need to be led by our God. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the Lord. എങ്ങനെയാണ് നാം നടത്തപ്പെടേണ്ടത്? How we should be led? ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം. Like unto a flock, that we should be led by our God. ദൈവത്തിന്റെ ജനത്തെ ദൈവസഭയെ കുറിച്ചൊക്കെ ഒരു ആട്ടിൻകൂട്ടം എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. We can find the children of God, the church, as a flock. പ്രത്യേകിച്ച് ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പറയുവാനുള്ള ഒരു കാര്യവും അതായിരിക്കട്ടെ. And most importantly, in this convention also, this is something about a verse to be said to each ദൈവമേ, of us. ആട്ടിൻകൂട്ടത്തെ പോലെ ഞങ്ങളെ ഓരോരുത്തരെയും നടത്തുമാറാകണമേ. Oh God, let you lead us as a flock. ഈ കൺവെൻഷനിൽ നാം ഓരോരുത്തരും ദൈവത്താൽ നടത്തപ്പെടുന്നുവെങ്കിൽ If we in this convention should be led ഈ by കൺവെൻഷൻ God, ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുവാനിടയായി തീരും. the Lord will bless this convention with നാം us. സ്വയമായി നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ആശീർവാദമായിരിക്കുകയില്ല. If you are being led by our own, then it will not be a blessed one. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം നമ്മെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. By reading this verse, let us have a desire and an interest that the Lord should lead us. ദൈവം തന്റെ ആട്ടിൻകൂട്ടത്തെ എങ്ങനെ നടത്തുന്നു എന്ന് തിരുവചനത്തിൽ നാം നോക്കുമ്പോൾ When you look into the verse about how God has led the people, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ 34 അധ്യായത്തിന്റെ 22 വാക്യം വായിക്കുമ്പോൾ Ezekiel chapter 34 verse 2. 22. ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും, അവ ഇനി ഇരയായി തീരുകയില്ല. ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. Therefore I will save my flock. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. കർത്താവ് ദൈവം ആ വചനം പറയുമ്പോൾ As the Lord says this verse, ഒരു അധികാരത്തോടുകൂടെ പറയുന്ന ഒരു വാക്കാണ്. with an authority it has been said, ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. I will save my flock. ദൈവത്തിന് അതിന് അധികാരമുണ്ട്. The Lord has the power. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുമെന്നാണ്. And here it is said, I will save my flock. പ്രാവചനിക ഭാഷയിൽ നാം നോക്കുമ്പോൾ ഇത് ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു വാക്കാണ്. Literally said about, it is of the children of എന്നാൽ Israel. ഇതിനെ ആത്മീകമായി നാം വിഭജിക്കുമ്പോൾ But when you look into the spiritual way, ദൈവജനത്തോട് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തോടുള്ള ഒരാലോചനയാകും. this is a counsel said to the children of God. ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. I will save my flock. ദൈവത്താൽ നാം രക്ഷിക്കപ്പെടേണ്ടവരാണ്. We all need to be saved by God. ദൈവവും മനുഷ്യനും ഇടയിൽ രക്ഷ എന്നുള്ള പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. There is the most important word in between relation with man and God. ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ അന്യപ്പെട്ടു പോയ ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. When we find about the created man as being just devoted away from God, വളരെ വിദൂരതയിലേക്ക് അവൻ തള്ളപ്പെട്ടതായി കാണുവാൻ കഴിയും. when a long distance he is being അതിന് just loved. കാരണം പാപമായിരുന്നു. The reason behind is sin, കാരണക്കാരൻ പിശാചുമായിരുന്നു. and the reason is the Satan. പിശാചിനാൽ പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂര സ്ഥലത്തേക്ക് തള്ളപ്പെട്ടു പോയി. Because of Satan or the devil, the man was just distance away from അതിൽ God. നിന്നുള്ള മനുഷ്യന്റെ ഉദ്ധാരണത്തെ രക്ഷ എന്നുള്ള പദം കൊണ്ട് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. From there, for the redemption, we find the word salvation. ഒരു ഭാഗത്ത് മനുഷ്യനെ ദൈവം രക്ഷിപ്പാനായി ശ്രമിക്കുന്നത് കാണുവാൻ കഴിയും. In one manner, we find the Lord has been saving. മറ്റൊരു വിധത്തിൽ നാം നോക്കുമ്പോൾ In the other way, ദൈവത്താലുള്ള രക്ഷ ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിപ്പാനിടയാകുകയാണ്. salvation from the Lord we should be experiencing day by day നമ്മുടെ ആത്മീക ജീവിതയാത്രയിൽ, in our spiritual life, നമ്മുടെ ഭൗമിക ജീവിതയാത്രയിൽ, in our earthly life, ദിനംതോറുമുള്ള നമ്മുടെ ഓരോ യാത്രകളിലും, day by day on your journey, നമ്മുടെ പ്രവർത്തനങ്ങളില് in our work deeds, ദൈവത്താലുള്ള ഒരു രക്ഷ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. we all require a salvation from God. ദൈവവചനം ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. The word of God reminds, ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുന്നു. I will save my flock. ദൈവത്താൽ നാം രക്ഷിക്കപ്പെടുന്നവരാകുകയാണ്. We should be saved by God. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. Only it will be possible if you are the flock. ഇന്ന് രാത്രി ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ When you are hearing this verse ഞാൻ today, ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരാളാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിക്കണമേ. just to analyze whether I am being led by God. ദൈവമാണോ എന്നെ നടത്തുന്നത്? Is it that God is leading me? ദൈവാത്മാവാണോ എന്നെ നടത്തുന്നത്? Is that the Spirit of God has led me? ദൈവവചനമാണോ എന്നെ നടത്തുന്നത്? Is that the word of God has led അതോ me? ഞാൻ സ്വയത്തിൽ നടക്കുന്ന ഒരാളാണോ? Or by my own, either being I ഞാൻ be led? എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും.
I will save my flock. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായുള്ളവേ, As the Lord who is the shepherd leading ദൈവം the shepherd. തന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുകയാണ്. The Lord is leading his people as ഈ a flock. ആട്ടിൻകൂട്ടത്തിന്റെ മറ്റൊരു അനുഭവത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ Looking into the other part of this verse, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായത്തിന്റെ 38 വാക്യം വായിച്ചാൽ Ezekiel chapter 36:38. 38 ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the Lord. വിശുദ്ധമായ ആട്ടിൻകൂട്ടം, A holy flock. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം, The flock of Jerusalem and the solemn feast. മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം, The people who are becoming the flocks. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. ഒന്നാമത് ഈ ആട്ടിൻകൂട്ടത്തെ കുറിച്ച് പറയുന്നത് അത് വിശുദ്ധമായ ഒരു ആട്ടിൻകൂട്ടമാണ്. First of all, the flock is mentioned as a holy രണ്ട്, flock. ഉത്സവങ്ങളിൽ അവർ യെരുശലേമിലെ ആട്ടിൻകൂട്ടമാണ്. And the other one is in the feast. They are the flocks of Jerusalem. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. അവസാനം പറയുന്നു മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടങ്ങൾ. The last leader said, the flock of men. ഈ രാത്രി നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ When we meditate this verse on it, ഞാനും നിങ്ങളും അല്ലെങ്കിൽ മനുഷ്യരാകുന്ന ദൈവമക്കളായ നമ്മെ ഒരു ആട്ടിൻകൂട്ടമായി ദൈവവചനം ഓർപ്പിക്കുകയാണ്. each one of us, as we the children of God, we are reminded as the ദൈവം flock of men. നമ്മെ നടത്തി അനുഗ്രഹിക്കണമെങ്കിൽ, If the Lord should bless us, ദൈവത്താൽ നമുക്കൊരു രക്ഷയുണ്ടാകണമെങ്കിൽ if you need to have a salvation, ഒന്നാമത് God, നാം വിശുദ്ധമായ ഒരു ആട്ടിൻകൂട്ടമായിരിക്കണം. first of all, we should be a holy flock. അടുത്തത് നാം ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം പോലെ ആയിരിക്കണം. Next, to be a flock of Jerusalem. ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുവാനുണ്ട്. There are many things to be described in detail. വചനങ്ങൾ പറഞ്ഞ് നാം മുമ്പോട്ട് പോവുകയാണ്. We are just mentioning the verses and going ദൈവം forward. നമുക്ക് ഒരു വിധത്തിൽ ഒരു ഉത്സവത്തിന്റെ അനുഭവം തന്നിരിക്കുകയാണ്. God has given us a feastful experience. നമ്മളൊരു ഉത്സവം കൊണ്ടാടുക എന്ന് പറഞ്ഞ് വലിയ മേളം നടത്തുകയല്ല. It is not that we are just conducting a feast. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ വായിച്ചു. It is we are read, the Lord is saving the people. അതാണ് ഈ ഉത്സവത്തിന്റെയും ലക്ഷ്യം. അതാണ് That is what the aim or goal of this. ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെടുക. At least one soul to be saved കർത്താവിന്റെ വരവിന് മുമ്പായി, before the coming of our Lord, നമ്മുടെ മരണത്തിന് മുമ്പായി before our death. ദൈവം നമുക്ക് തന്ന ഒരു സുവർണ അവസരമാണ്. This is a blessed opportunity given to നാം us. ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം പോലെ ആയിരിക്കണം. We should be like the flock of Jerusalem in the feast. വേറെ മറ്റൊരു സ്ഥലത്തുള്ള ആട്ടിൻകൂട്ടമല്ല, It is not the other kind of the flock in it. യെരുശലേമിലെ ആട്ടിൻകൂട്ടമായിരിക്കണം. Should be a flock of നാം Jerusalem. വിശുദ്ധരായ ആട്ടിൻകൂട്ടമാകുന്നുവെങ്കിൽ മാത്രമേ If being a holy flock, യെരുശലേമിലെ ഒരാട്ടിൻകൂട്ടമായി നമുക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. we can become a flock of Jerusalem. എന്താണ് യെരുശലേമിലെ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത്? What is this flock of Jerusalem? യെരുശലേം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമാധാനത്തിന്റെ പട്ടണമെന്നാണ്. Jerusalem, the word meaning is city of peace. അപ്പൊ ഈ ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം എന്ന് പറയുമ്പോൾ Saying about the flock of Jerusalem, നാം സമാധാനത്തോടെ ആയിരിക്കണം ഇതിൽ പങ്കെടുക്കേണ്ടത്. we should be also participating in with peace. ഒന്ന് നമ്മുടെ സമാധാനത്തെ നാം സൂക്ഷിക്കണം. First of all, keeping up our peace. മറ്റൊന്ന് നമ്മിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവുകയും വേണം. Next, through us, other people should find the peace. അതാണ് യെരുശലേമിലെ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത്. That's what we find about the flock of അങ്ങനെ Jerusalem. ദൈവത്തിന്റെ ജനം ആട്ടിൻകൂട്ടത്തെ പോലെ ആയിരിക്കണം. Thereby, the children of God should be the flock of ഈ Jerusalem. കൺവെൻഷൻ ദൈവം നമുക്ക് പൂർണ്ണ സമാധാനമാക്കി തരണം. Let the Lord help us this convention to be of full of നമ്മൾ ആരും peace. വലിയ കഴിവും പ്രാപ്തിയുള്ള മനുഷ്യരല്ല. We are not being of much ability and ഒന്ന് excellency. ദൈവം നമ്മുടെ മധ്യേ ഉണ്ടാകണം. First of all, the Lord should be in our ദെബോര midst. ഒരിക്കൽ ഇപ്രകാരം പാടുകയുണ്ടായി, Deborah once sang, വീരന്മാരുടെ മധ്യേ യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. the Lord has come down in the midst of all the നാം warriors. ബലഹീനരായി തീരുമ്പോൾ When we are weak, ബലവാനായവൻ ബലഹീനരുടെ മധ്യേ ഇറങ്ങി വരുവാനിടയാകും. the stronger and the mighty one will come in the midst of the weaker. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. യെരുശലേമിലെ ആട്ടിൻകൂട്ടത്തെ പോലെ നാം കാണപ്പെടുവാനിടയാകും. We should be found as the flock of Jerusalem. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. എന്താണ് ആ ആട്ടിൻകൂട്ടത്തിന്റെ പ്രത്യേകത? What is this importance of this flock? പ്രാവചനിക ഭാഷയിൽ ഇസ്രായേലിനെ കുറിച്ചും Literally speaking of the children of Israel. ആത്മീകമായ ഭാഷയിൽ ദൈവസഭയെ കുറിച്ചും പറയുന്ന മറ്റൊരു ഭാഗത്തേക്ക് നാം പോയാൽ, When you look into the other part of the spiritual manner of the children of യിരെമ്യാ God, പ്രവചനം 13 അധ്യായത്തിന്റെ 20 വാക്യം വായിച്ചാൽ, Jeremiah chapter 13 verse 20. നീ തലപൊക്കി വടക്കുനിന്ന് വരുന്നവരെ നോക്കുക. നിനക്ക് നൽകിയിരുന്ന കൂട്ടം
നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the glory of the Lord. നിനക്ക് നൽകിയിരുന്ന കൂട്ടം, The flock which is given നിന്റെ to you. മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? Where is that beautiful flock? ഇവിടെ ആട്ടിൻകൂട്ടത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണ്. There is an importance of this flock അതിനൊരു explained. മനോഹാരിതയുണ്ട്. There is a beautifulness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായുള്ളൂ. O Lord, who are leading the flock of ഞാനും Joseph. നിങ്ങളും ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ആട്ടിൻകൂട്ടമാകുന്നുവെങ്കിൽ If we, each one of us, are be led by as a flock, അതിലൊരു മനോഹാരിതയുണ്ടാകും, there should be a beautifulness. അതിനൊരു സൗന്ദര്യമുണ്ടാകും, There should be a fairness. അതിനൊരു അഴകുണ്ടായിരിക്കും. There should be a beautiful. ഇവിടെ ദൈവവചനം ഇപ്രകാരമാണ് നമ്മെ ഓർപ്പിച്ചത്. The Lord has mentioned here. നൽകപ്പെട്ട കൂട്ടം, മനോഹരമായ ആട്ടിൻകൂട്ടം ഇവിടെ. The flock that is given is a beautiful flock. അതൊരു ചോദ്യമായിട്ട് കാണുകയാണ്. It is a question. ആ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ പോയി? Where is that beautiful flock? ദൈവത്താൽ നടത്തപ്പെടുന്ന ആട്ടിൻകൂട്ടമായ ദൈവമക്കൾക്ക് The flock which is led by God, the children of God. ഒരു നോട്ടത്തിൽ തന്നെ ഒരു മനോഹാരിത The ഉണ്ടായിരിക്കും. beautifulness will be seen by sight. എന്താണ് ദൈവജനത്തിന്റെ മനോഹാരിത? What is this gloriousness of being beautiful? ദൈവജനത്തിലൂടെ നാം സഞ്ചരിച്ചു നോക്കിയാൽ Looking through the word of God. 84 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. Let us read of Psalm 84:1. യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാകുന്നു. How amiable are your tabernacles. വായിച്ചോട്ടെ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! തിരുനിവാസം എത്ര മനോഹരമാകുന്നു. How amiable are thy tabernacles. ദൈവത്തിന്റെ വാസസ്ഥലം എത്ര മനോഹരമാണ്. How amiable or beautiful is the presence of ആ God. വാസസ്ഥലത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും അവൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. He is desiring that each one of us to be taken up to his place. ഇവിടെ ഒരു ചോദ്യം പ്രവാചകൻ ചോദിക്കുകയാണ്. Here a prophet is asking question. ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ഒരു ചോദ്യമായിട്ടാണ് കാണുന്നത്. This is a question asked about the restoration of പ്രവാചകനായ Jerusalem. യിരെമ്യാവ് ഇപ്രകാരം ചോദിക്കുകയാണ്. Prophet Jeremiah asked, വടക്കു നിന്ന് വരുന്നവരെ നോക്കുക, looking into the north, ആ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? where is that beautiful flock? ദൈവത്തിന്റെ സഭ, The church of God, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, the redeemed people of God, ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ആട്ടിൻകൂട്ടമാ. the flock which is led by ആ God. ആട്ടിൻകൂട്ടത്തിന് ഒരു ഭംഗിയുണ്ട്, ഒരു മനോഹാരിതയുണ്ട്. There is a beautifulness also seen for the എന്താണ് flock. ദൈവജനത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്? What is this children of God's beautiful? തിരുവചനത്തിൽ മനോഹരമായ അനുഭവങ്ങളെ കുറിച്ച് നാം നോക്കിയാൽ Looking into that beauty in this presence. ഒന്നാമത് ദൈവം വസിക്കുന്നിടം മനോഹരമാണ്. First of all, the place where God is dwelling is ആ beautiful. മനോഹര സ്ഥലത്തേക്കാണ് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. God is desiring to bring us, each one of us, to that beautiful അങ്ങനെയെങ്കിൽ place. ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ ആ ഒരു മനോഹാരിത ഭൂമിയിലും കാണപ്പെടുവാനിടയാകെ. Also in the same manner in this earth we should also keep up this അതെങ്ങനെയാണ് നമ്മളിൽ കാണുവാൻ beautifulness. കഴിയുന്നത്? How it is seen. 133-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു. The psalmist says in the beginning verses of Psalm 133. വായിച്ചാട്ടെ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ഇതാ സഹോദരന്മാരൊത്ത് ഒരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകും. Behold how good and how pleasant it is for the brethren to together in unity. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. How good and pleasant for the brethren to dwell together in ഈ unity. കൺവെൻഷൻ വേദികളിൽ In this convention, ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും in midst of all the work activities going on, ദൈവജനം ഒരാട്ടിൻകൂട്ടമായി തീരുമ്പോൾ when the children of God becomes a flock, അതിനൊരു മനോഹാരിതയുണ്ട്. there is a beautifulness. എന്താണ് ആ in the thing. മനോഹാരിത എന്ന് പറയുന്നത്? What is this pleasantness? നല്ല വസ്ത്രം ധരിക്കുന്നതല്ല, It is not wearing up good clothes. എല്ലാവരും ഇങ്ങനെ അടുക്കടുക്കായി നടന്നു പോകുന്നതല്ല. It is not just going as in order. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭമാകുന്നു, എത്ര മനോഹരമാകുന്നു. How good and pleasant for the brethren to be in ഇന്ന് unity. രാത്രി ദൈവസന്നിധി നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ When we, each one of us, in the presence of നമുക്ക് God എത്ര പേർക്ക് tonight, പറയുവാൻ കഴിയും ആ മനോഹാരിത എന്നിലുണ്ട്? how many can say that that beautifulness is seen in my ഒരുപക്ഷെ life? നമ്മിലുണ്ടോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. Maybe you are thinking that whether it is present in mine. എന്നിൽ അതുണ്ടോ? വ്യക്തിപരമായതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ Just to clearly think about whether it is in me. എത്ര പേർക്ക് അതിലൊരു നല്ല മനസ്സാക്ഷി ഉണ്ടാകും? How many have a good test of conscience? ഐക്യതയോടെ സന്തോഷത്തോടെ ഉള്ളൊരു ജീവിതം, With the unity, with the happiness, as a life. സഹോദരന്മാർ തമ്മിൽ സ്നേഹിച്ചു പോകുന്ന ഒരു ജീവിതം. A life between the brethren having അവിടെ unity. വ്യത്യാസങ്ങളില്ല, There is no differences. വേർതിരിവുകളില്ല, There is no discrimination. ഉയർച്ച താഴ്ചകളില്ല, There is no discrimination of the rise മറ്റു of ഒരു വ്യതിയാനങ്ങളും അവിടെ ആരും കാണിക്കുന്നില്ല. There is no differences shown between each അതായിരിക്കട്ടെ other. യെരൂശലേമിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആട്ടിൻകൂട്ടത്തെ പോലെ Let it be like the flock of Jerusalem നാം brought to the feast. ഓരോരുത്തരും ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ആട്ടിൻകൂട്ടമായി തീരണം. We should be becoming a flock led by our God. അതിനൊരു മനോഹാരിതയുണ്ട്. There is a beautifulness in എന്താണ് ആ between. മനോഹാരിത എന്ന് ചോദിച്ചാൽ What is this beautifulness? ദൈവമക്കളുടെ ആത്മീക ഐക്യത്തെ അത് വെളിപ്പെടുത്തുകയാണ്. It shows about the unity among the brethren. ദൈവമക്കൾ
ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും As we the children of God, പല അനുഭവങ്ങളിലും ദൈവം ഒന്നാക്കി ചേർത്തതാണ്. the Lord has make you as different from one different positions. യേശുവിന്റെ രക്തത്താൽ, By the blood of God, ദൈവത്തിന്റെ വചനത്താൽ, by the word of God, പരിശുദ്ധാത്മാവിനാൽ by the Spirit and the Holy ഒക്കെ Spirit. ദൈവം നമ്മെ ഒന്നാക്കി തീർത്തു. The Lord has made us അതുപോലെ one. ദൈവം നമ്മെ ഉപദേശത്താലും ഒന്നാക്കി തീർത്തു. Also by the doctrines we have been made one. ദൈവത്തിന്റെ ജനം ഒന്നായിരിക്കട്ടെ. The children of God, let it be as one. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to ഒരു God. ആട്ടിൻകൂട്ടം പോലെ ആയിരിക്കാനിടയാകണം. Let it be ours one flock. യോസേഫ് ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവൻ. As the Lord was leading Joseph as a shepherd of a flock. ഞാനും നിങ്ങളും ഒരു ആട്ടിൻകൂട്ടം പോലെ ദൈവത്താൽ നടത്തപ്പെടേണ്ടവരാ. We should be as the children of God, led by a flock. ആട്ടിൻകൂട്ടത്തിനൊരു മനോഹാരിതയുണ്ട്. As the flock, as the shepherd has a beauty. ദൈവജനത്തിനും ഒരു മനോഹാരിതയുണ്ട്. There is a beautifulness also in the shepherd. ദൈവം നമ്മെ കൊണ്ട് എത്തിക്കുവാൻ പോകുന്ന സ്ഥലം അത് മനോഹരമാണ്. First of all, the place where the Lord has destinated is beautiful. അവിടെ പോകുവാൻ കഴിയണമെങ്കിൽ നമുക്കും ഒരു മനോഹരത്വം ഉണ്ടായിരിക്കും. For to reach up in the place, we should have as a അത് beauty. നമ്മുടെ ഐക്യതയുള്ള ജീവിതമാണ്. It shows about the unity of വീണ്ടും life. നാം ദൈവജനത്തിലേക്ക് കടന്നു വരുമ്പോൾ Coming back to the word of പഴയ God. നിയമ ഇസ്രായേലിനെ ഒരു പ്രവാചകൻ ആത്മാവിൽ കാണുമ്പോൾ When the prophet has been in the spirit looking at the അവരുടെ children ആ of Israel, താഴ്വരെ ആ കൂട്ടത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. we can find the valley or a group of people. സംഖ്യാപുസ്തകം 24 അധ്യായത്തിന്റെ 5 വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to Numbers chapter 24:5, അവിടെ ഇസ്രായേലിന്റെ അനുഭവത്തെ നമുക്ക് അവിടെ കാണുകയാണ്. we find the experience of the children of Israelites. വായിച്ചോട്ടെ. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമാണ്. How good are be the tabernacles. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ. Oh God, Jacob, where is the tabernacle? ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമാണ്. And how good are your tents and tabernacles. 23-24 അധ്യായങ്ങൾ നാം വായിച്ചു നോക്കിയാൽ Reading chapter 23-24, ഇസ്രായേൽ ജനം താഴ്വരകളിൽ പരന്നിങ്ങനെ ചിതറിക്കിടക്കുകയാണ്. we find the children of Israelites were spread around in the valleys. ബാലാക്ക് എന്ന മോവാബ്യ രാജാവ് ഇസ്രായേലിനെ ശപിക്കുവാൻ ബിലയാമിനെ വിളിച്ചുകൊണ്ടുവരുന്നു. When Balak the king was bringing up Balaam to curse the people, ബിലയാം ഒരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് കയറി നോക്കുകയാണ്. Balaam is looking up above the rock. ഇസ്രായേൽ പാളയങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. The children of Israelites were spread about in the tents. നോക്കിയത് കണ്ടിട്ട് ബിലയാം ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, Looking about, and Balaam says, യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, Oh Jacob, their tabernacle, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ oh Israel, their എത്ര tabernacle, മനോഹരമാകുന്നു. how good it is. പ്രിയപ്പെട്ട ദൈവമക്കളെ, Praising the children of താഴോട്ടുള്ള God. വേദഭാഗങ്ങളൊക്കെ നാം വായിച്ചു നോക്കിയാൽ Leading further, അവരുടെ ആ ഐക്യതയുടെ ബന്ധത്തെ വളരെ വ്യക്തമായി അവിടെ ദൈവജനം the ഓർപ്പിക്കുകയും word of God says about the unity began. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to God. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ടായി. There was a royal presence in the midst. വെറും കോലാഹലമല്ല, It is not a shout അത് with നമ്മൾ it. പലയിടത്തും കാണുന്നതാണ്. That we can find it in it. കോലാഹലം ഉണ്ടാക്കാൻ അവസരം കിട്ടിയാൽ അവസരം പാഴാക്കാത്ത ആളുകളുണ്ട്. There are people who are not wasting enough of the പ്രത്യേകിച്ച് kind of it. കൺവെൻഷൻ സദസ്സുകളിലൊക്കെ അത് നമ്മൾ കാണാറുണ്ട്. We can find in the midst of the convention ഏറ്റവും also. കൂടുതൽ കോലാഹലം ഉണ്ടാകുന്നത് കിച്ചണിലാണ്. The most important thing we can find in the kitchen. പിന്നെ അവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് വരും. Then we find in the dining hall. അവിടുന്ന് ഇങ്ങനെ പരന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. Then it will be spread out in different places. ഇസ്രായേലിന്റെ ഇടയിലുണ്ടാ കോലാഹലം തമ്മിത്തല്ലായിരുന്നില്ല, അവിടെ രാജകോലാഹലമായി. It was not the shout of a fight in the midst of the children of Israel, but it was a royal shout. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to ഒരു God. രാജകീയ ധ്വനി, It is a sound രാജകീയമായ ഒരു ശബ്ദം of royalty. അവരുടെ മധ്യേ കേൾപ്പാനുണ്ടായിരുന്നു. It was heard in the midst of പ്രവാചകൻ ഒരു വലിയ ഗിരിയുടെ മുകളിൽ, ഒരു പാറക്കെട്ടിന്റെ മുകളിൽ താഴേക്ക് it. നോക്കുകയാണ്. The prophet was up above the high and was looking down. ഇസ്രായേൽ കൂടാരങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കും. The Israelites were spread about in tents. അവരുടെ അവസ്ഥകളെ കണ്ടിട്ട് പറയുകയാണ്, Looking into the ഈ situation, കൂടാരങ്ങൾ നിവാസങ്ങൾ എത്ര മനോഹരമാണ്. how good are the tents and ഈ tabernacles. ദിവസങ്ങളിൽ നാമും ഒരു ടെന്റിന്റെ കീഴിലേക്ക് വന്നിരിക്കുകയാണ്. Today, these days, we are also under ഒരു a tent. കൂടാരമായി നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. We are also gathered as a നമ്മുടെ tabernacle. കൺവെൻഷൻ ഗ്രൗണ്ട് ഒരു കൂടാരത്തിന്റെ അനുഭവത്തിൽ നാം കാണുകയാണ്. We are all seen as an experience in the ഈ tabernacle. ദിവസങ്ങൾ ഇത് തന്നെയാണ് നമ്മുടെ നിവാസങ്ങളും. These are the places that we are dwelling. മറ്റുള്ളവർ ഒരാൾ നോക്കിയാൽ, When other people ഒരു look us, ആത്മീകൻ നമ്മെ വീക്ഷിച്ചാൽ, when a spiritual man എത്ര looks us, മനോഹരമെന്നത് പറയുവാനിടയായി തീരണം. he should say how good it is. ഒരു ലോക മനുഷ്യൻ നോക്കിയാൽ പോലും When a worldly person looks അത് us, എത്ര മനോഹരമെന്ന് പറയുവാൻ ഇടയായി തീരണം. it will be a blessed one to hear that how beautiful it ദൈവത്തിന് is. മഹത്വമുണ്ടാകട്ടെ. Praise be to God. നിസ്സാരങ്ങളായ വിഷയങ്ങളുടെ മുമ്പിൽ, And when the simple matters, ചെറിയ ചെറിയ കാര്യങ്ങളുടെ മുമ്പിൽ in the small matters of നാം it, പതറിപ്പോകേണ്ട ആവശ്യമില്ല. we need not be faltered ചിലപ്പോൾ away. ഇതിനിടയിൽ എന്തെങ്കിലും കുറവുകളൊക്കെ സംഭവിച്ചേക്കാം. Maybe a little shortcomings may ചിലപ്പോൾ pass. ഭക്ഷണം തികയാതെ വന്നേക്കാം.
വന്നേക്കാം. Maybe you're short of food. കുടിക്കാൻ ഒരു നേരം വെള്ളം കിട്ടാതെ വന്നേക്കാം. Maybe you're not getting a water to അതൊന്നും drink. വലിയ കോലാഹലത്തിന് കാരണമായി തീരരുത്. There should not be a commotion in medicine. യേശു യേശുവിനെ ക്ഷണിച്ചുകൊണ്ടുവന്ന ഒരു കല്യാണ വീടിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. As we find, Jesus was called up to a marriage അവിടെയും feast. കുറവുണ്ടായിരുന്നു. There was short. ചില ചോദിക്കും യേശു വന്ന വീടല്ലേ പിന്നെന്താ അവിടെ കുറവുണ്ടായതെന്ന്. And some people ask, Jesus has come to the house, what is the shortness? കുറവുണ്ടായെന്നുള്ളതല്ല വലിയ കാര്യം. It is not the thing that was ആ short. കുറവ് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ കാര്യം. It was seen that the shortness കൺവെൻഷൻ അല്പം ചോറ് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാം അനൗൺസ്മെന്റ് നടത്തും. We will be shouting up when the short എല്ലാം of കിട്ടി, food. ഒരു പഴം കിട്ടിയില്ലെങ്കിൽ പറയുന്നു പഴം കിട്ടിയില്ലെന്ന് പറയും. There will be people saying that I have not received a banana. അറിഞ്ഞില്ല. We have not known. യേശു വന്ന വീട്ടിലും കുറവുണ്ടായെങ്കിലും ആരും അറിഞ്ഞില്ല. Nobody knew there was a shortcoming in this house. ഇസ്രായേലേ, യാക്കോബേ, നിന്റെ കൂടാരങ്ങളും നിവാസങ്ങൾ എത്ര മനോഹരമാണ്. How good are the tents, Jacob and the ദൈവത്തിന്റെ tabernacles. ജനം ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ആട്ടിൻകൂട്ടമായിരിക്കുകയാണ്. Let the children of God be led as a flock. അതിലൊരു മനോഹാരിതയുണ്ടായിരിക്കും. There should be a beautifulness seen in it. ദൈവജനത്തിന്റെ ഐക്യതയാണ്. It is a unity between the തോളോട് people. തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ്. Sharing up your shoulders for the work. കർത്താവിന്റെ വേലക്കാരും ദൈവമക്കളും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം. Children of God and the servants of God join together to ഈ work. കൺവെൻഷനിൽ നമുക്കതിന് അവസരം ഉണ്ടാകട്ടെ. Let this convention have an experience for പ്രിയപ്പെട്ടവരെ, it. ഇവിടെ ഇരിക്കുന്നവരിൽ ഈ നിൽക്കുന്ന ഞങ്ങളിലൊക്കെ എത്ര പേര് അടുത്ത കൺവെൻഷൻ ഉണ്ടാകും? Oh dear ones, how many of you will be present in the next convention ഒരുപക്ഷെ later? ഇതൊരു അവസാന ചാൻസ് ആയിരിക്കാം. Maybe it is the last chance ഈ for you. കൺവെൻഷനിൽ ദൈവം എനിക്ക് തരുന്ന കഴിവിനും കൃപയ്ക്കും അനുസരിച്ച് ഞാൻ ചെയ്തുകൊള്ളാമെന്ന് തീരുമാനിക്കുകയാണ്. Just to desire yourself for the ability that God has given to me. മാറി നിന്ന് നാം വീക്ഷിക്കുവാൻ വേണ്ടിയല്ല. It is not to set aside and just look up. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ചിലര് നല്ല വീക്ഷണം നടത്തുന്നവരാണ്. Some people just become an അങ്ങനെ ഒരു audience. മീഡിയ, ഒരു പത്രമുണ്ട്, അതിന്റെ പേര് വീക്ഷണം. And there is a newspaper named as that. അവരിങ്ങനെ സമൂഹത്തെ വീക്ഷിച്ച് ന്യൂസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. They will be just like a spectator, just to മറ്റൊരു audience. മീഡിയ ഉണ്ട്, അതിന്റെ പേര് റിപ്പോർട്ടർ എന്നാണ്. And the other media name is അവർ reporter. കാണുന്നൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. They will just report whatever they see. നമ്മൾ മീഡിയ വീക്ഷണമായും റിപ്പോർട്ടറായിട്ടും ഒന്നും അല്ല നിൽക്കേണ്ടത്. We should not be like a spectator or a reporter. നമ്മൾ ഇതിനകത്ത് കഷ്ടപ്പെടുവാൻ, അധ്വാനിക്കുവാനുള്ള ഒരു തീരുമാനത്തോടെ നിൽക്കുവാനിടയാകെ With a decision to just labor also in this presence. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. ഒരുപക്ഷെ നമ്മൾ ബലഹീനരായിരിക്കും, Maybe you're weak. നമ്മൾ അപ്രാപ്തരായിരിക്കും, Maybe you're unable. കഴിവില്ലാത്തവരായിരിക്കും, Maybe you're just എന്നെ unable. കൊണ്ട് ഒന്നിനും സാധ്യമല്ല എന്ന് പറഞ്ഞു Maybe you're thinking that I am not able for it. പണം കൊണ്ട് ചെലവിടുവാൻ കാണുകയില്ല. Maybe you do not have the money for the ശരീരം finance കൊണ്ട് to അധ്വാനിപ്പാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കും. Maybe you would not be healthy to work upon. നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള ശരീര സുഖമുണ്ടായിരിക്കും. Maybe you're not being healthy to just journey. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. The God is with us. നമ്മുടെ ബലഹീനത ബലമാണ്. And let the weakness be നമ്മുടെ strong. കുറവുകൾ നിറവാകും. Let the shortcomings നമ്മുടെ become a fullness. താഴ്ചകൾ ഉയർച്ചയായി തീരുവാനിടയാകും. Our abasement should be as നമ്മുടെ exalted. ഇല്ലായ്മകളെല്ലാം ഉള്ളതുപോലെയായി തീരുവാനിടയാകും. Our nullness should be becoming as fullness. ദൈവമാണ് നമ്മുടെ മധ്യേ വലിയവൻ. The God is being great in അവൻ us. എല്ലാറ്റിനും മതിയായവനാണ്. He is all sufficient enough. സകലത്തിനും മതിയായവനാണ്. He is all enough for us. പാട്ടുകാരൻ ഒരിക്കൽ ഇപ്രകാരം പാടിയല്ലോ, The singer sings. എന്റെ ദൈവം മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. സാധു ഞാനീ ചോണി തന്നിൽ പ്രേഷിപ്പാൻ ഏതും കാര്യമില്ലം എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലം എന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമും ഏതു കുന്നും കരകേറി നടകൊള്ളുവാൻ. വൈഷമ്യമും ഏതു കുന്നും കരകേറി നടകൊള്ളുവാൻ. രക്ഷകനെ കാലുകൾ തൂവേഗമാ തീർമെന്നാനിയെ പോരോടുക. തീർമൻ പാതയിൽ ഞാൻ മാനിയെ പോരോടിട. ആ മഹേശ കരുണേശ മഹേശ കരുണേശ കൊണ്ടുനാഥ വേണ്ടതെല്ലാം ദയതോമേ. എന്റെ ദേഹി വൃത എന്റെ ദേഹി വൃത കലങ്ങുന്ന
നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങൾക്കും മതിയായവനാണ്. Our God is all sufficient for our each part of our life. വൈഷമ്യമുള്ള കുന്നുകൾ നാം കയറുമ്പോൾ When you are being climbing up our നമ്മുടെ mountain, കാലുകളുടെ ബലം നമ്മുടെ ദൈവമാണ്. the Lord is our strength in your legs. നാം ബലഹീനരും ക്ഷീണിതരുമായി തീരുമ്പോൾ Maybe you are being weakened down. നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുവാൻ ദൈവം നമ്മോട് കൂടെ ഉള്ളവനാണ്. God is always with us to ഈ provide everything for you. കൺവെൻഷനിലും ദൈവം അങ്ങനെ തന്നെ നമ്മുടെ മധ്യേ ഉണ്ട്. In this convention also, the Lord is being the ഒന്നിനും same, കുറവില്ലാതെ നമ്മെ നടത്തുവാൻ to be leading us without any ദൈവത്തിന്റെ shortcomings. കരുണയുടെ കരത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകൾ ഉയർത്തിക്കൊള്ളണം. You should just lift up your eyes for the side of God. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the അവൻ Lord. നമുക്ക് വേണ്ടിയെല്ലാം കരുതുന്നവനാണ്. He is all caring for us. തന്റെ ദയ നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുന്നതാണ്. His kindness is being ഈ showering us to us. കൺവെൻഷന്റെ ഓരോ വിഷയങ്ങളിലും For each of the matter in the ദൈവത്തിന്റെ convention, കരുണയും ദയയും നമ്മോടുകൂടെ ഇരുന്ന് the mercy and kindness should be with God നമുക്ക് with us. വേണ്ടിയെല്ലാം ദൈവം ചെയ്തുകൊള്ളു. God will do everything for പാട്ടുകാരൻ us. ചോദിക്കുക, എന്തിനാണ് എന്റെ ദേഹി ഇങ്ങനെ വെറുതെ കലങ്ങുന്നത്? The singer is asking, why my soul is being troubled? പ്രിയപ്പെട്ട ദൈവമക്കളെ, Dear children of God, നാം ദൈവത്തിന്റെ ജനമാണ്. we are the children of നാം God. അവന്റെ ആട്ടിൻകൂട്ടമാണ്. We are the flock of Him. അവനാണ് നമ്മെ നടത്തുന്നത്. He is the one leading അവൻ us. നമ്മുടെ ഇടയനാണ്. He is our അവൻ നമ്മെ shepherd. നടത്തുമ്പോൾ When He leads us, ഒന്നിനും കുറവില്ലാതെ അവൻ നമ്മെ നടത്തിക്കൊള്ളും. without any shortcoming, He will lead ഒന്നും us. പോരാത്ത വിധത്തിൽ There is nothing to be short. സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ നൽകി With all abundance of അവൻ നമ്മെ fullness, നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. He is being the Almighty to ഇന്ന് lead രാത്രി us. നമുക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാം? How many will believe in? എന്റെ ദൈവം എനിക്ക് എല്ലാറ്റിനും മതിയായവൻ. My God is all ഈ sufficient for me. കൺവെൻഷനിൽ ദൈവം എല്ലാറ്റിനും മതിയായവൻ. God is all and all enough for me. സകലത്തിനും മതിയായവൻ. It's sufficient for നമുക്ക് everything. ദൈവസന്നിധിയിൽ ആ വാക്ക് ഏറ്റു പറയാം. Let us just resound it again. ദൈവത്തോട് നമുക്കത് ഏറ്റു പറയാം. Let us confess it out. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും In my personal life, ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിലും in this convention, ദൈവം സകലത്തിലും the മതിയായവനാണ്. Lord all is enough. ഒന്നിനും Sufficient for me. പോരാത്തതുപോലെ എന്നെ നടത്തുവാൻ അവൻ ശക്തനാണ്. Without any shortcomings, He is almighty to lead us. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. യാക്കോബേ, ഇസ്രായേലേ, നിന്റെ കൂടാരങ്ങൾ നിവാസങ്ങൾ എത്ര മനോഹരമാണ്. How good are the tents, O Jacob, and ഈ tabernacles of കൺവെൻഷനിൽ Israel. നമുക്ക് അങ്ങനെ ഒരു മനോഹാരിത ഉണ്ടായാൽ, Let you have the beautifulness in this ദൈവത്തിന്റെ ജനം convention. ഐക്യതയോടുകൂടെ പ്രവർത്തിപ്പാൻ തീരുമാനിച്ചാൽ, When you are being just desiring to work in നിന്റെ unity, ബലഹീനതയിൽ ദൈവം നിനക്ക് ബലമായി തീരും. in your weakness, the Lord will be your strength. ഇല്ലായ്മകൾ ദൈവം നമുക്ക് സകലത്തിലും സകലവുമായിരിക്കും. In your nullness, the Lord will be all in all നാം for you. കലങ്ങി പോകേണ്ട ആവശ്യമില്ല. We need not be troubled. ദൈവം നമ്മെ നടത്തിക്കോളും. The Lord will lead ഈ us. കൺവെൻഷനിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് If the Lord is being with us അവന്റെ today, കരം പിടിച്ചവൻ നമ്മെ നടത്തും. He will hold up your അത് hands to lead you. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ രാത്രിയിലും ഈ ദിവസങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കണം. Let the Lord be helping us and working us for the ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. praise be to God. ആട്ടിൻകൂട്ടത്തിനൊരു മനോഹാരിതയുണ്ട്. There is a beautifulness for the flock. മനോഹരമായ ആട്ടിൻകൂട്ടം. It is a beautiful flock. എന്താണ് നമ്മുടെ മനോഹാരിത? What is this അവൻ loveliness? നമ്മെ നോക്കുമ്പോൾ When He looks us, ഐക്യതയുടെ ബന്ധം, it is a unity relation, സ്നേഹത്തിന്റെ ഒരു ബന്ധം, unity of love. വേർതിരിവുകളില്ല, There is no discrimination. ഉയർച്ച താഴ്ചകളില്ല, There is no differences. ഒരു വ്യത്യാസങ്ങളുമില്ലാതെ There is no differences shown. ദൈവസന്നിധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം. It is an all fullness that we സ്വർഗ്ഗത്തിലെ see. ദൈവം നമ്മെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The Lord from heaven is looking ദൈവത്തിന് likewise. മഹത്വമുണ്ടാകട്ടെ. Praise be to the യെശയ്യാ Lord. പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ Coming to the book of Isaiah, 27 2 വാക്യം നാം വായിച്ചാൽ reading 27:2, ഒരു മനോഹരമായ തോട്ടത്തെക്കുറിച്ച് ദൈവവചനം ഓർപ്പിക്കുകയാണ്. there we find about a beautiful garden. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ട് പാടുവിൻ. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ടുപാടും. In the day you will sing a song for the vineyard. ഏതാണ് ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്? What is this vineyard? യെശയ്യാ പ്രവചനം 5 അധ്യായത്തിന്റെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Isaiah 5:1, പ്രിയന്റെ മുന്തിരിത്തോട്ടം എന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. it is the vineyard of the beloved. മനോഹരമായ ഒരു തോട്ടം, It is a beautiful garden. മനോഹരമായ ഒരു തോട്ടം. It is a beautiful garden. ഈ ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് ദൈവവചനം പറയുമ്പോൾ So reading about the flock, മനോഹരമായ ആട്ടിൻകൂട്ടം എന്നാണ് ദൈവവചനം പറയുന്നത്. the scripture says it is a beautiful ഇവിടെ flock. മനോഹരമായ ഒരു തോട്ടത്തെക്കുറിച്ച് പറയുക. Here it is mentioned of a beautiful ദൈവത്തിന്റെ garden. സഭ ഒരു തോട്ടമാണ്. The church of God is a garden. അതൊരു മനോഹരമായ തോട്ടമാണ്. It is a beautiful എന്റെ garden. പ്രിയന്റെ തോട്ടമെന്നാണ് യെശയ്യാ പ്രവചനം 5 അധ്യായത്തിൽ നമുക്ക് അതിനെ കാണുവാൻ We കഴിയും. can find in chapter 5 of Isaiah as a beloved garden for ദൈവത്തിന് the മഹത്വം, beloved. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വായിച്ചാട്ടെ 1-2 വാക്യങ്ങൾ. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും.
എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. It is a beautiful vineyard in the midst of the ഒരു fruitful hill. മനോഹരമായ മുന്തിരിത്തോട്ടം. A beautiful vineyard. പ്രവാചകനായ യിരെമ്യാവ് ചോദിക്കുകയാണ്, And Jeremiah asked, വടക്ക് നിന്ന് വരുന്നവരെ നോക്കുവേ, looking unto the north, നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? where is that beautiful എന്നെ flock? കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Dear children of God, hear my നമുക്കും ഈ words. ദിവസങ്ങളിൽ ഒരു മനോഹാരിത ഉണ്ടായിരിക്കട്ടെ. We should also have a beautifulness in midst. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിൽ വന്നാൽ Even if it is an unbeliever coming in the ആ midst of you, കാഴ്ച ഒരു മനോഹരമായ അനുഭവമായിരിക്കുക. that witnessing sight should be a മറ്റുള്ളവർ beautiful നമ്മെ sight. വീക്ഷിക്കുമ്പോൾ When other people just look up, ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായി തീരുവാനിടയായി തീരുക. let it be a beautiful sight to them. അങ്ങനെയെങ്കിൽ ദൈവത്താൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയും ഉണ്ടാകുവാനിടയാകും. In that midst of it, there will be a presence of God. to be ആട്ടിൻകൂട്ടത്തെ shown. പോലെ യോസഫിനെ നടത്തുന്നവൻ. It is the Lord who is leading as a flock. വീണ്ടും നാം for life. തിരുവചനത്തിലേക്ക് വരുമ്പോൾ Coming to the word of ആ God, ആട്ടിൻകൂട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. there is another importance of the flock. It is മീഖാ said. പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ Coming to the book of Micah, 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, reading chapter 7 verse 14. വായിച്ചോട്ടെ, 7:14. കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശവുമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയിക്കണമേ. പുരാതന കാലത്ത് എന്ന പോലെ അവർ ബാശാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഈ വേദഭാഗത്തിലൂടെ നാം ശ്രദ്ധിക്കുമ്പോൾ Looking into this verse, ആട്ടിൻകൂട്ടത്തെ വളരെ വ്യക്തമായി അവിടെ കാണുകയാണ്. there we find about a flock. ഏതാണ് ഈ ആട്ടിൻകൂട്ടം? What is this flock? എന്താണ് അവരുടെ പ്രത്യേകത? What is their importance? പ്രധാനമായി 6 കാര്യങ്ങൾ ആ വാക്യത്തിൽ, ആ ചെറിയ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. This small verse comprised of a small 6 things. ഒന്ന്, കർമ്മേലിന്റെ മധ്യയാണ് അവർ പാർക്കുന്നത്. One, they are in the midst of Carmel. അടുത്തത്, കാട്ടിന്റെ നടുവിൽ അവർ ഒറ്റയ്ക്കാണ്. They are being as alone in the woods. മറ്റൊന്ന്, അവർ കോൽ കൊണ്ട് നടത്തപ്പെടുന്നവരാണ്. They are being led by a rod. അടുത്തത്, ബാശാനിലും ഗിലെയാദിലുമാണ് അവർ മേയുന്നത്. Then they are being feeding in Bashan and എങ്ങനെയാണ് അവർ Gilead. മേയുന്നത്? How they are being fed? പുരാതന കാലത്തെന്നതുപോലെ അവർ മേയുകയാണ്. As in the days of the old, they are being fed. ഒന്ന്, അവർ കർമ്മേലിന്റെ മധ്യയാണ്. First, they are being in the midst of നാം Carmel. ഇന്നായിരിക്കുന്നത് ഒരു കർമ്മേലിന്റെ അനുഭവത്തിലാണ്. We now also being in the എന്താണ് ഈ experience of Carmel. കർമ്മേൽ എന്ന് പറയുന്നത്? What is the Carmel? കർമ്മേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തോട്ടം, ഉദ്യാനം എന്നാകുന്നു. It is the Carmel means rising of God. ദൈവത്തിന്റെ ജനം ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തപ്പെടുമ്പോൾ When the children of God is led like a അവർ flock, ആയിരിക്കേണ്ട ചില അനുഭവങ്ങളെ അവിടെ പറയുകയാണ്. there is being experiences to be shown. 6 കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുന്നു. 6 things to be ഒന്ന്, mentioned. കർമ്മേലിന്റെ മധ്യയായിരിക്കണം. One in midst of Carmel. കാട്ടിന്റെ നടുവിൽ ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും. Maybe you are being alone in the നാം ഒരു woods. കോലിനാൽ നടത്തപ്പെടുന്നവരാണ്. Maybe you are led by a rod. ബാശാനിലും ഗിലെയാദിലും നാം മേയേണ്ടവരാണ്. You should be fed in Bashan and പക്ഷേ Gilead. പുരാതന കാലത്തെന്ന പോലെ ആയിരിക്കും. But it should be like in the days of old. ഇന്നെല്ലാം നവീന കാലത്തിന്റെ അനുഭവം വരികയാണ്. Now you are being in the technical world. ഇന്നത്തെ യുവതലമുറ പറയുന്നതെല്ലാം ന്യൂജൻ എന്നാകുന്നു. This people in this generation are saying they are new ന്യൂജൻ gen. സഭകളും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. They are being new gen churches also. ന്യൂജൻ ബിലീവേഴ്സും എന്ന് പലതരത്തിൽ കാണുവാൻ കഴിയും. Many are being seen as new gen believers. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ന്യൂജൻ ഒന്നും വേണ്ട. Oh dear ones, we do not want this new പുരാതന gen. കാലത്തിൽ എന്ന പോലെ As in the days of അവർ old, കർമ്മേലിന്റെ മധ്യയായിരിക്കട്ടെ. let there be in the midst അവർ of കാട്ടിന്റെ Carmel. നടുവിൽ തനിയായിരിക്കുമ്പോൾ Let there be in solitarily in ഒരു the woods. കാര്യം ദൈവത്തിന്റെ ജനം ഓർത്തുകൊള്ളേണം. One thing to be noted by the ദൈവത്തിന്റെ ഒരു God. കോൽ നമ്മെ നടത്തുവാനുണ്ടായിരിക്കും. The God should be leading us with a നാം rod. ബാശാനിലും ഗിലെയാദിലും മേയേണ്ടവരാണ്. We should be fed in Bashan and Gilead. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to ഈ God. അവസ്ഥകളോട് നാം ദൈവജനത്തെ ചിന്തിക്കുമ്പോൾ When you are thinking in this manner, ഒന്നാമത് brothers, കർമ്മേലിന്റെ മധ്യയാണ്. first you are being in the midst of ഞാനും നിങ്ങളും Carmel. ഇന്ന് കർമ്മേലിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്. We, each one of us should be living in experience എന്താണ് of കർമ്മേൽ Carmel. എന്ന് പറയുന്നത്? What is Carmel? അതൊരു തോട്ടം, അതൊരു ഉദ്യാനമാണ്. It is a garden, it is a rice. വളരെ മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. It is a beautiful experience in that. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. നമുക്കറിയാം കർമ്മേലിനായ ഒരു നാബാലിനെ കുറിച്ച് ദൈവവചനം പറയുന്നു. We find about a person named Nabal കർമ്മേലിനാണ് coming. പാർക്കുന്നത്. He is dwelling in പക്ഷേ Carmel, ഭോഷത്വമേ ചെയ്യുകയുള്ളൂ. but he does everything foolishly. ഉദ്യാനത്തിലും തോട്ടത്തിലും ഒക്കെയാണ് പാർക്കുന്നത്. You are being in the rice gardens, പക്ഷെ ഭോഷത്വം മാത്രമേ ചെയ്യുകയുള്ളൂ. but doing only foolish അത് activities. മറ്റുള്ളവർ പറഞ്ഞല്ല, സ്വന്തം ഭാര്യ പറഞ്ഞതാണ്. It is not other people says, but the wife herself says. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. ദൈവത്തിന്റെ ജനം കർമ്മേലിലാകുന്നു എന്ന് പറയുമ്പോൾ When the children of God are said they are in ഇന്ന് Carmel, നമ്മെ ദൈവം കൊണ്ടുവന്ന ദൈവസഭ ഒരു കർമ്മേലിന്റെ അനുഭവമാണ്. we are being brought as a children of God in the experience of Carmel. ഉദ്യാനമാണിത്. It is a rising ഇതൊരു up. തോട്ടമാണ്. It is a garden. ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. There is everything പക്ഷേ pleasant in it. കർമ്മേലിന് മറ്റു ചില അനുഭവങ്ങൾ കൂടെ ഉണ്ട്. But there are other experiences of Carmel. കർമ്മേൽ ഒരു ചലഞ്ചിന്റെ സ്ഥലം കൂടെയാണ്. It is the place of Carmel is a challenge. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ Coming to the book of 1 Kings, 18-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചാൽ chapter 18 verse 19 and 20. വായിച്ചോട്ടെ. 19-ാം വാക്യം.
എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. Bring me to the place. എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. Bring me to them. എവിടെയാണ് കൊണ്ടുവരേണ്ടത്? Bring them to me. കർമ്മേലിൽ. Need to be ഒരു Carmel. ചലഞ്ച് ഏലിയാവ് ഏറ്റെടുക്കുകയാണ്. Elijah takes up a ഒരു challenge. വെല്ലുവിളി അവിടെ ഏലിയാവ് ഏറ്റെടുക്കുകയാണ്. Elijah takes up a challenge. എന്താണ്? What is it? ഒരു ഭൂരിപക്ഷവും ഒരു ന്യൂനപക്ഷവും. It is a majority part and the ഏതാണ്ട് minority. 700ഓളം വരുന്ന ഒരു ഭൂരിപക്ഷം, A majority of 700 of them. ഏകനായ ഒരു ന്യൂനപക്ഷം. A minority of only one. അവൻ വിളിച്ചു പറഞ്ഞു, He says, എന്റെ അടുക്കൽ വരട്ടെ. let them come to me. ദൈവത്തിന്റെ ജനം ഈ നാളുകളിൽ കർമ്മേലിന്റെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ When the children of God lives in the experience of ഈ Carmel, ഒരു ചലഞ്ച് നാം ഏറ്റെടുക്കേണ്ടതാണ്. we should also take up this ഒരു കാര്യം challenge. ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കാം, One thing to be noted നാം for എല്ലാവരും it. ദൈവമക്കളാണ്. We are all children of പക്ഷേ God. ലോകത്തിന്റെ മുമ്പാകെ അത് തെളിയിക്കേണ്ട നമ്മുടെ ചുമതലയാണ്. But we have the responsibility to be just proving വെള്ളയടിച്ചത് it. മാത്രമല്ല അതിന്റെ പ്രത്യേകത, It is not just a white to be shown. ബാഹ്യമായ അലങ്കാരങ്ങളല്ല അതിന്റെ പ്രത്യേകത. It is not the outward appearance of it. ഇവിടെ 700 പേർ ഒരു ഭാഗത്ത് നിലകൊള്ളുകയാണ്, One group of 700 people ഒരു one side, ഭാഗത്ത് ഒരേ ഒരാൾ മാത്രം. but the other side only one. അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ അടുക്കൽ വരട്ടെ. He said, let them come to me. ജീവനുള്ള ദൈവത്തെ തെളിയിച്ചു കാണിക്കുവാൻ ഒരു അവസരം കിട്ടിയപ്പോൾ When he has the chance to prove of ഏലിയ the അവനെ living God, തെളിയിച്ചു കാണിപ്പാനിടയായി. Elijah was ഈ proving it. കൺവെൻഷൻ നമുക്കൊരു കർമ്മേലിന്റെ അവസ്ഥയായിരിക്കുകയാണ്. Let this convention be an experience of ദൈവത്തെ Carmel. വെളിപ്പെടുത്തുവാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. You have been given the responsibility to നാം show of this ദൈവമക്കൾ God. എന്നുള്ളത് ലോകത്തിന്റെ മുമ്പാകെ തെളിയിക്കുവാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. You have been given an experience to be proving of അത് this living God. ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത്. We should not lose it all. വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടും ആകരുത്. The challenge should not be between us. ചലഞ്ച് നടത്തുന്നത് അടുത്തിരിക്കുന്നവരോടാണ്. They have been challenging among themselves. അത് നമുക്ക് വേണ്ട. That should not be. നാം ലോകത്തിന്റെ മുമ്പാകെ ദൈവമക്കളും തെളിയിക്കണം. We should be proving ourselves as children അതിനുള്ള of God before അവസരമാണ് ഈ God. കൺവെൻഷൻ എന്ന് പറയുന്നത്. For that, this opportunity of കർമ്മേലിന്റെ convention, അനുഭവം എന്ന് പറയുന്നത് അതായിരുന്നു. that should be an experience of അവനത് Carmel. തെളിയിച്ച് കാണിപ്പാൻ ഇവിടെയായി തീർന്നു. He has been going to proving it. വീണ്ടും അടുത്തതായി നാം നോക്കുമ്പോൾ Coming to again. അതിന്റെ 18-ാം അധ്യായത്തിന് 42-ാം വാക്യം വായിക്കുമ്പോൾ Chapter 18 verse 42. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയി. Ahab was coming up, going up and after അവൻ eating. മല കയറിപ്പോയെന്നാണ് കാണുന്നത്. It is that he is climbing up എന്നാൽ the mountain. ഏലിയാവോ തല മുഴങ്കാലുകളുടെ ഇടയിലിട്ടുകൊണ്ട് കർമ്മേൽ ഇരുന്നു. But Elijah was sitting up on the top of ഈ Carmel. ദിവസങ്ങൾ നമുക്കും അങ്ങനെ ആയിരിക്കാൻ ഇടയാകണം. Let us each one of be like when the same. കൺവെൻഷൻ വേദികളൊക്കെ നാം നോക്കിയാൽ Looking at the convention places. കൺവെൻഷന്റെ മീറ്റിംഗുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ When the convention meetings are going on one side, സമാന്തരമായ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഷെഡ് ഉണ്ടായിരിക്കും. there would be a fasting prayer shed on the other side. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. അവിടെ പോയിരുന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. We should be having to be a ഒരു place to go. കൺവെൻഷന്റെ Right? ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ ഉപവാസ The പ്രാർത്ഥനകളാണ്. most important blessing of a convention is the എത്ര fasting പേര് അതിൽ prayers. പോയി പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട്? How many desire to participate in ഇങ്ങനെ it? ഓടി നടക്കുന്ന കാണാം. Some people are just roaming അവരുടെ around. ഓട്ടം കണ്ടാൽ തോന്നും അവരാണ് ഇതെല്ലാം നടത്തുന്നതെന്ന് തോന്നും. When looking about them, they are the one who they are അങ്ങനെ taking up our ഓട്ടമൊന്നും വേണ്ട. charge. വെറുതെ ഓടുന്നതിലും നല്ലത് പോയി ആ ഉപവാസ പ്രാർത്ഥന ഷെഡിൽ പോയി കുറച്ചു നേരം ഇരിക്കണം. There is nothing of it, just to go to ആരും fasting prayers. ഓടിയില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നടത്തിക്കോളും. Even if no one has been running on, but the Lord അതുകൊണ്ട് will do it. കർമ്മേലിന്റെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. We should have an experience of ഈ Carmel. കൺവെൻഷനിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ സഭയെന്നും ജനമെന്നും തെളിയിക്കണം. We should be proving out that we are the children of God. ദൈവമില്ലാത്തവർ ചിലപ്പോൾ വെല്ലുവിളിച്ചേക്കാം. Maybe the people are being just challenged. നാം തിരിച്ച് വെല്ലുവിളി നടത്തുകയല്ല, We are not being challenging again. ദൈവത്തെ നമ്മുടെ മധ്യേ ആ സാന്നിധ്യത്തെ നാം ഇറക്കുകയാണ്. Should be writing down the presence of God in our മറ്റൊന്ന്, midst. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്ത് 48-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 42-ാം വാക്യം. ആഹാവ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയപ്പോൾ ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. He puts his face between his knees. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യുവാനാ മല കയറിയത്. Ahab was going up for the eating. കൺവെൻഷൻ സദസ്സിലേക്കൊക്കെ നാം വന്നാല് Coming to the convention ഒരു ഭാഗത്ത് places. സുവിശേഷ യോഗം നടക്കും, One, the gospel message is വേറൊരു ഭാഗത്ത് read. ഉപവാസ പ്രാർത്ഥന നടക്കും. On the other side, fasting അപ്പോൾ prayers തന്നെ are കിച്ചണിൽ conducted. ജോലി ചെയ്തുകൊണ്ടിരിക്കും. Also, the kitchen work will be ഡൈനിങ് going ഹാൾ on. ഒരുങ്ങിക്കൊണ്ടിരിക്കും. Dining hall will be separated. ആഹാരം തയ്യാറായാൽ അതെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കും. The food will be getting ready. മറ്റ് ടെക്നിക്കൽ സൈഡിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. The technical people will be doing their work in
other side. ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് മനോഹരമായി തീരുന്നത്. When everything is being coordinated together, they would be having a ആഹാബ് beautiful. ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ മല കയറിപ്പോയി. Ahab was climbing up to eat and drink, ഏലിയാവോ കർമ്മേലിരുന്നു. but Elijah was in അവന്റെ Carmel. മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെച്ചു. His face was between his knees. അങ്ങനെ ഒന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കണം. You should be praying likewise. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കണം. അപ്പൊ അറിയാം എന്റെ സുഖം. You should be experiencing of the pleasantness in the ഞാൻ prayer. ഒരിക്കൽ ഈ വചനം വായിച്ച് അങ്ങനെ ഒന്ന് പ്രാർത്ഥിപ്പാൻ ശ്രമിച്ചു നോക്കും. I was trying out by reading this verse. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നട്ടലിന്റെ ബോൾട്ട് ഊരിപ്പോകും. First of all, your backbone will be injured. അത്രയ്ക്ക് സുഖമായിരിക്കും. It will be a pleasant കുറെ thing. ശ്രമിക്കാമെങ്കിൽ നമുക്കത് നടക്കും. If it is being tried out, it will അപ്പൊ be ഞാൻ happening. ചിന്തിക്കുകയാണ്, പെട്ടെന്ന് ഏലിയാവ് അത് ചെയ്തെങ്കിൽ എന്നും അത് പരിശീലനം നടത്തുന്ന ഒരാളായിരിക്കാം. And if Elijah is doing it suddenly, he might be ഇത് practicing daily. അതിനു വേണ്ടിയുള്ളൊരു പരിശീലനമാണ്. It is the practice of daily. അതുകൊണ്ട് ഇനി നിങ്ങളെല്ലാവരും ഇനിയും പ്രാർത്ഥനയ്ക്ക് വന്ന് തല മുഴങ്കാലിനിടയിലിട്ട് അങ്ങനെ ഇരിക്കരുത്. അത് പിന്നെ വേറെ കുഴപ്പത്തിന് കാരണമാകും. It should not be seen that you also be bowing down before. ഏലിയാവ് അതാണ് ചെയ്തത്. Elijah was ഒറ്റ doing വാക്കിൽ it. പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം. First of all, a single word, ഒരാൾ the prayerful ഭക്ഷിച്ച് പാനം experience. ചെയ്യുവാൻ മല കയറുന്നു. One person is climbing to ദൈവഭക്തൻ eat, കർമ്മേലിന്റെ നടുവിൽ പ്രാർത്ഥിപ്പാൻ തലവണക്കുകയാണ്. but the child of God is being in the midst of the ഇതാണ് prayer. കർമ്മേലിന്റെ അനുഭവം. This is an experience of ഒന്ന് ഞാനും Carmel. നിങ്ങളും ദൈവപൈതലെന്ന് തെളിയിക്കുക. First of all, proving out you are the child അടുത്തത് of God. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നാം ക്രിയേറ്റ് ചെയ്യണം. Next, it's a prayerful experience to be created. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. അടുത്തതായി നാം നോക്കുമ്പോൾ Next, we read, മീഖാ പ്രവചനത്തിൽ നാം 7:14 വായിച്ചത്, as we read in ഒന്നവർ Micah കർമ്മേലിന്റെ 7:14. മധ്യയാണ്, First, they are in the midst of അടുത്തത് അവർ Carmel. കാട്ടിന്റെ നടുവിൽ തനിച്ചാണ്. Second, they are in the woods. They are പ്രിയപ്പെട്ട below. ദൈവമക്കളെ ചിലപ്പോൾ കാട്ടിന്റെ നടുവിലൂടെ ഒക്കെ നടത്തപ്പെടുന്നു. Children of God may be led alone in the woods. ഭീകരമായ അവസ്ഥകൾ, It is a terrifying experience. ഒറ്റപ്പെടലുകൾ. There have been loneliness. നമ്മൾ ഈ കൺവെൻഷനിൽ എന്തെല്ലാം കഷ്ടപ്പെട്ടാലും How many of them put your കൺവെൻഷൻ toil? കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാടിന്റെ നടുവിലായി പോകും. Maybe after the convention you are being in the midst of എല്ലാം woods. ചെയ്തിട്ട് ചിലപ്പോൾ പറയും ഒന്നും ചെയ്തില്ല എന്ന് പറയും. Maybe after everything has been done, but you എല്ലാം said that നന്നായെങ്കിലും nothing. പറയും ഒന്നും ശരിയായില്ലെന്ന് പറയും. But they will say that it's all good, but they will നമ്മൾ also say ചിലപ്പോൾ it's all bad. ഒറ്റപ്പെട്ടു പോകുവാനിടയിൽ. Maybe you are being alone കാടിന്റെ നടുവിൽ in the midst of woods. ആരും സഹായമില്ല. Nobody to ഒരു help. നല്ല വാക്ക് പറയാൻ ആരുമില്ല. Nobody is there to hear one നല്ലൊരു word. ശബ്ദം അവിടെ കേൾക്കുന്നില്ല. Nobody is there to say ഒന്നുകിൽ a good മൃഗങ്ങളുടെ sound. അലർച്ചയുടെ ശബ്ദം, Maybe a sounds of the അല്ലെങ്കിൽ animals. ഏതെങ്കിലും ഭീതിയുടെ ശബ്ദങ്ങൾ, Maybe a sounds of fear. ഊരിട്ട് കണ്ണിനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. Darkness may be covering your eyes. കാറ്റിന്റെ ശബ്ദം ഹൂങ്കാരമായി അടിച്ചു മുഴങ്ങും. Maybe the shout of the winds will be blown. എല്ലാം ഭീതിയുടെ അവസ്ഥ. It is all a ഒന്ന് terrifying ഷെയർ experience. ചെയ്യുവാൻ ആരുമില്ല. Nobody there to be shared. കാട്ടിന്റെ നടുവിൽ അകപ്പെടുന്ന അവസ്ഥയുണ്ടാകും. It is an experience of keeping alone in the പക്ഷേ woods. അവിടെയാണ് ദൈവത്തിന്റെ കോൽ നമുക്ക് ആശ്വാസമായി തീരും. In that midst, you have a rod that will help തിരുവചനം you. പറയുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Thy rod and thy staff, they will നാം comfort me. കർമ്മേലിലായിരിക്കുമ്പോഴും When you are in Carmel, കാടിന്റെ നടുവിലായിരിക്കുമ്പോഴും when you are in the midst of ഒരു God's കോൽ woods, നമ്മെ നടത്തിക്കൊണ്ടേയിരിക്കും. the rod will lead you. വളരെ ശ്രദ്ധിച്ച് നാം ഓർത്തുകൊള്ളേണം. Just to constantly കാടിന്റെ pray. നടുവിൽ നിങ്ങൾ തനിച്ചാണെങ്കിലും, Maybe you are in the midst of നിങ്ങൾ woods. ഏകരായി യാത്ര ചെയ്യുമ്പോൾ Maybe you are lonely വിളിച്ച journey. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. Maybe the Lord is with you. നാം ഒറ്റയ്ക്കല്ല എന്നതിന്റെ അർത്ഥം, It does not mean that you are നമ്മെ alone. വിളിച്ചവൻ നമ്മോടുകൂടെ ഉണ്ട്. There is the Lord who has called അവൻ you. തന്നെ വിശ്വസ്തയോട് നമ്മെ നടത്തിക്കൊള്ളും. He is faithful to നിന്റെ lead you. ചുറ്റിലും ഇരുട്ടാണെങ്കിൽ അവൻ നിനക്ക് വെളിച്ചം തരുവാനിടയാണ്. Even in the surroundings are dark, but the Lord is നിനക്ക് there to ഷെയർ light you. ചെയ്യുവാൻ ആരുമില്ലെങ്കിലും നിന്റെ അവസ്ഥകൾ നന്നായി അറിയുന്ന യേശു നിന്റെ If അടുക്കലുണ്ടാകും. there is nobody to be seen to be shared, but you know അവിടെ the Lord Jesus there. ദൈവത്തിന്റെ കോലുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. There the rod of God is there. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. കാടിന്റെ നടുവിൽ കൂടെ ആയിരിക്കും പോകുന്നത്. In the midst of the woods. ഭീതിയുടെ നടുവിലായിരിക്കും നാം പോകുന്നത്. And maybe you're journeying in the midst of ഏകാന്തതയിലൂടെ terrifying ആയിരിക്കും spirit. പോകുന്നത്. Maybe you're in the loneliness. നിങ്ങൾ തനിച്ചായിരിക്കും. Maybe you're alone. പക്ഷെ ദൈവത്തിന്റെ കോൽ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടായിരിക്കും. But the Lord's rod is being in midst of അടുത്തതായി it. നാം നോക്കുമ്പോൾ Next, അവർ മേഞ്ഞു പോകേണ്ടതായ രണ്ട് സ്ഥലങ്ങൾ പറയും. there are two places to be ഒന്ന് fed. ബാഷാൻ, രണ്ട് ഗിലെയാദ്. One is Bashan and ഈ the other one is കൺവെൻഷന്റെ Gilead. അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് തരട്ടെ. The Lord be giving out a conventional ദൈവത്തിന് experience. മഹത്വം ഉണ്ടാകട്ടെ. Praise be to എന്താണ് ഈ God. ബാഷാൻ എന്ന് പറഞ്ഞാൽ? What is this Bashan? ഫലഭൂയിഷ്ഠമായ സമതലം എന്നാണ് അതിന്റെ അർത്ഥം. It is a place of full of fruitfulness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. എ ഫ്രൂട്ട്ഫുൾ പ്ലേസ്. It is a fruitful place. ഫലഭൂയിഷ്ഠമായ ഒരു സ്ഥലം, It is a fruitful place. അതാണ് ബാഷാൻ. That is ഏതാണ് ഈ Bashan. ബാഷാൻ എന്ന് പറയുന്നത്? What is this നമ്മെ Bashan? ദൈവം കൊണ്ടുവന്ന ദൈവസഭ അതൊരു ബാഷാന്റെ അനുഭവമാണ്. This Bashan is an experience of that we are being brought to ദൈവത്തിന് the മഹത്വം church. ഉണ്ടാകട്ടെ. Praise be to എന്താണ് ഈ God. ബാഷാന്റെ പ്രത്യേകത? What is the importance of നമുക്ക് Bashan? ദൈവം തരുന്ന ഒരു ആത്മീയ സംഗമം ഒരുപക്ഷെ അത് ബാഷാന്റെ അനുഭവമായിരിക്കാം. Maybe the spiritual assembly that you have been given is a Bashan യോശുവയുടെ experience. പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When you come to Joshua chapter 21, 21-ന്റെ 27-ാം വാക്യത്തില് chapter 21 verse 27, അവിടെ ബാഷാനിലെ ഒരു സങ്കേത നഗരത്തെ നമുക്ക് കാണുവാൻ കഴിയും. there we find a city of refuge in midst അവിടെ of ഒരു Bashan. സങ്കേത നഗരമുണ്ട്. There is a city of എന്നെ refuge in കേൾക്കുന്ന midst. പ്രിയപ്പെട്ട ദൈവമക്കളെ, Dear children of God, നാം hearing about ബാഷാന്റെ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ going through the paths of experience of അവിടെ ഒരു Bashan, സങ്കേതം നമുക്കുണ്ട്. there is refuge is അവൻ present. എന്റെ സങ്കേതമാണ്, He is my എന്റെ refuge. സങ്കേതവും ബലവും ദൈവമാണെന്നുള്ള പാട്ട് നാം പാടാറുണ്ടല്ലോ. We have been singing a song, the Lord my strength and my refuge. ബാഷാനിൽ ഒരു സങ്കേതം നമുക്കുണ്ട്.
എന്ന്. We have a refuge അത് in Bashan. ഫലഭൂയിഷ്ഠമായ ഒരു സ്ഥലമാണ്. It is a fruitful place. അവിടെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം. Maybe all blessings പക്ഷേ present. ബാശാനിൽ മറ്റൊരു അനുഭവം ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. But there is another experience of Bashan. 22-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ Reading Psalm 22:12. അവിടെ ബാശാൻ കൂറ്റന്മാരെ കുറിച്ച് കാണുവാൻ കഴിയുക. There we find about the marches in Bashan. 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അനേകം കാളുകൾ എന്നെ വളഞ്ഞു, ആ. ബാസാൻ കൂറ്റന്മാർ എന്നെ ചുറ്റി. ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. We are finding our bulls ബാശാൻ compassing. എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. It is all the place of പക്ഷേ blessing. ബാശാന്റെ കൂറ്റന്മാരുടെ അനുഭവത്തെ എവിടെ കാണുകയാണ്? But we find the bulls of Bashan. ചിലപ്പോൾ ചില കൂറ്റന്മാർ നമ്മുടെ നേരെ വരാൻ സാധ്യതയുണ്ട്. Maybe a mighty ones will be seen ചില in the midst. കൂറ്റന്മാർ നേരെ വരത്തില്ല, മറ്റു വഴികളിലൂടെ ഒക്കെ വന്നു കളയും. Some bulls will not come in the straight way, but they come ബാശാനിൽ around. അനുഗ്രഹമുണ്ട്, There is a blessing in അവിടെ ഒരു Bashan. സമാധാനമുണ്ട്. There is a peace in പക്ഷേ Bashan. ബാശാൻ കൂറ്റന്മാരെയും അവിടെ കാണുവാൻ കഴിയും. But we find the bulls of അവർ Bashan. ചിലപ്പോൾ നമുക്ക് തരുന്ന ഭീതികളായിരിക്കാം, Maybe the terrifying fearness that you are given. നിരാശയായിരിക്കും നമുക്ക് കൊണ്ട് തരുന്നത്. Maybe you are being just put ബാശാൻ under കൂറ്റന്മാർ എന്നെ suffering. വളഞ്ഞു. The bulls ചില compassing. കൺവെൻഷൻ സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ Looking into the convention അവിടെയൊക്കെ places. ചിലപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. Maybe you can see these kind of experiences. കൂറ്റന്മാരെ പോലെയുള്ള മനുഷ്യർ People like the bulls. ആർക്കും കീഴടങ്ങുകയില്ല, Nobody will be subjected. ആർക്കും വഴങ്ങുകയില്ല. They will not be ഇവരുടെ obliged. വായിൽ നിന്ന് വരുന്ന ശബ്ദം ഭയങ്കര ഭീതിയുടെയും നിരാശയുടെയുമായിരിക്കും. The only words they are being pronouncing is of ഇത് fearless and യേശുവിനെ defiance. കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. It is a prophecy about മശിഹായെ Jesus. കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു. It is a prophecy about യേശുവിന്റെ Messiah. ജനനത്തിന് 1000 വർഷങ്ങൾക്ക് മുൻപ് Before 1,000 years of the birth of സങ്കീർത്തനക്കാരൻ Jesus. പ്രവചന ഭാഷയിൽ പാടിയൊരു പാട്ടാണത്. This is a song which is said by the psalmist. യേശുവിന്റെ ചുറ്റിലും ബാശാൻ കൂറ്റന്മാർ Then surrounding the Jesus അവനെ that are about. വളഞ്ഞു വരികയാണ്. They are being passing out. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to God. യേശുവിന്റെ കാൽവറിയെ കുറിച്ച് നോക്കുമ്പോൾ, Looking into the Calvary അവൻ of അനുഭവിച്ച Jesus. പാടുകളെ കുറിച്ച് നോക്കുമ്പോൾ, Looking into the bruises അവന്റെ and injuries he കഷ്ടപ്പാടുകളെ had. കുറിച്ച് നാം നോക്കുമ്പോൾ, Looking into the sufferings അവൻ of നമുക്ക് him. വേണ്ടി ഇതെല്ലാം സഹിച്ചതായി. He suffered everything for എങ്കിൽ us. നമുക്കും അത് സഹിപ്പാൻ കഴിയും. In the same, we can also suffer. കൂറ്റന്മാരുടെ ശബ്ദമല്ല നാം കേൾക്കേണ്ടത്. It is not the sounds of the bulls. സ്തെഫാനോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, Studying about Stephen. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് He is the first martyr. തന്നെ എറിയുവാൻ വരുന്നവരിലേക്ക് നോക്കിയില്ല. He just did not look for അവരുടെ the people to കല്ലിന്റെ stone. വലിപ്പം നോക്കിയില്ല. He did not look at the അവരുടെ stone ആളിന്റെ size. എണ്ണവും നോക്കിയില്ല. He did not look at the ആത്മാവിൽ people. നിറഞ്ഞ് സ്വർഗത്തേക്ക് നോക്കി. Spiritually filled up, he looked അപ്പോഴാണ് up to കണ്ടത് heaven. സ്വർഗം തുറന്നിരിക്കുന്നത്. There the heavens were open. അതുവരെ സ്വർഗം തുറന്നിരിക്കുന്നതൊന്നും കാണാൻ പറ്റിയില്ല. He was not seeing the heavens were open ആത്മാവോടെ at the time. സ്വർഗത്തിലേക്ക് നോക്കിയാൽ But the spiritually ഈ filled, they looked കൺവെൻഷന്റെ മധ്യേയും in the midst of the ഒരുപക്ഷെ convention. നിങ്ങൾ കടന്നു വരുമ്പോൾ Maybe when you're coming down. ഭാരങ്ങളോടെ ആയിരിക്കാം വരുന്നത്. Maybe with burdens you come down. ലോകത്തിലുള്ള ഭീതികൾ Maybe the terrifying നിങ്ങളുടെ of the ചുറ്റുപാട് world. മുഴുവൻ നിങ്ങൾക്ക് ഭാരത്തെ കൊണ്ടുവരികയാണ്. Maybe the circumstances surrounding us ഇങ്ങനെയുള്ള will have അവസ്ഥയിൽ burden. നിങ്ങൾ ഈ ഭാഷയിലേക്ക് വന്നാൽ If you're coming down in the spiritual ആത്മനിറവിൽ Bashan, ഉയരത്തിലേക്ക് നോക്കിയാൽ when you're just with the അവിടെ spiritual fill, look നിങ്ങൾക്ക് ഒരു down. സങ്കേതത്തെ കാണുവാൻ കഴിയുകയാണ്. There you can find a ഈ refuge. കൺവെൻഷൻ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു സങ്കേത നഗരമായിരിക്കും. Let the convention become a refuge place for അതിന് each one നാം of us. വേണ്ട സാഹചര്യം ഒരുക്കിക്കൊള്ളേണം. For that purpose, you should make an യേശുവിന്റെ experience. ചുറ്റിലും ബാശാൻ കൂറ്റന്മാർ വളഞ്ഞു. In the midst of Jesus, there is നമുക്ക് അവന്റെ a കാൽവരിയുടെ അനുഭവം നോക്കിയാൽ looking at the Calvary എത്ര experience. ഭയങ്കരമായ അവസ്ഥയായി, How much of a എത്ര terrifying experience. ഭീതിജനകമായ അവസ്ഥയായി. How much terrifying എന്നെ it കേൾക്കുന്ന was. പ്രിയപ്പെട്ട ദൈവമക്കളെ, Oh dear ones, hearing യേശു my words. കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ഈ പാടുകളെല്ലാം അവൻ സഹിച്ചത്. Jesus was suffering for himself, that for each one of നിങ്ങൾക്ക് us. അവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ടോ? Whether you can see that experience. ഒരിക്കൽ ഒരു യവനക്കാരൻ Once an young man, ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തിട്ട് ഒരു ജോലിയുടെ ഇന്റർവ്യൂവിനായിട്ട് പോയി. after all education, qualification and graduation, he went for the ഇന്റർവ്യൂവിൽ interview. അവൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ജോലിക്കായി അവനെ അടുത്ത ഫൈനൽ ഇന്റർവ്യൂവിന്റെ റൗണ്ടിലേക്ക് അവൻ വന്നു. He was selected in the first rounds of interview and was presenting himself for the final ഇന്റർവ്യൂ round. ബോർഡിൽ ഉണ്ടായിരുന്നവനോട് ചോദിച്ചു, The board members asked him, എങ്ങനെയാണ് നീ ഇത്രയും വലിയ പഠിത്തം നടത്തിയത്? how that you have just നിനക്ക് വല്ല gathered സ്കോളർഷിപ്പ് certification? വല്ലതും ലഭിച്ചോ? Whether you have a scholarship? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്കോളർഷിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല. No, I did not get any അപ്പൊ scholarship. നിങ്ങൾ വലിയ ധനികരായിരുന്നു, നിന്റെ പിതാവ് അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് നിന്നെ പഠിപ്പിച്ചിരിക്കാം അല്ലേ? Whether your parents maybe are rich that to be just giving out അവൻ this പറഞ്ഞു, education. ഇല്ല, എന്റെ പിതാവ് ചെറുപ്പത്തിൽ മരിച്ചുപോയത്. No, my father died early stage. അപ്പോൾ എന്നിട്ട് അവൻ പറഞ്ഞു, എന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. And he said, my mother brought me അപ്പൊ up. നിന്റെ അമ്മയ്ക്ക് നല്ല ജോലിയും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? Maybe your mother will be just having more പറഞ്ഞു, ഇല്ല qualification. സാർ, എന്റെ അമ്മയ്ക്ക് നല്ല ജോലിയില്ല, എന്റെ അമ്മയ്ക്ക് തുണി അലക്കി തേച്ച് കൊടുക്കുന്ന ഒരു ജോലിയായി. My mother did not have a good work. He was just making as a washroom work. ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നവർ അത്ഭുതപ്പെട്ടു. The interview board members will be wondering. നിസ്സാരമായ ഒരു ജോലി ചെയ്യുന്ന ഒരു മാതാവിന്റെ മകനോ? This is a simple person, a simple person of him. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, He was asking in നീ questioning നിന്റെ him, അമ്മയെ ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? whether you have helped your mother in your works. ഇല്ല എന്ന് പറഞ്ഞു. No, I have. കൈയൊന്ന് നീട്ടാൻ പറഞ്ഞു. You just കൈ lifted നീട്ടി your കൈ hand. നോക്കിയപ്പോൾ നല്ല മാർദ്ദവമായ കൈ. This hand was all in a good നീ place. എന്തെങ്കിലും നിന്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടോ? Whether you have helped in any ഇല്ല. manner to your ഞാൻ mother. ഒരിക്കലും ചെയ്തിട്ടില്ല. No, I haven't. ഇന്റർവ്യൂ ബോർഡിൽ അവരെല്ലാവരും എഴുന്നേറ്റു. The board members stood up. നീ ഇന്ന് പോയി നിന്റെ അമ്മയുടെ കൈ കഴുകിയിട്ട് നാളെ
ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു. Next, you should just go wash your hands of your mother and അവനോട് come down to your home. വീട്ടിലേക്ക് ചെന്നു. He went back to അവന്റെ home. അമ്മയോട് ഈ സത്യം പറഞ്ഞു. He just said the അമ്മ truth to ചോദിച്ചു, the എന്ത് woman. പറ്റി മോനെ? Mother asked, what happened? എന്റെ ഇന്റർവ്യൂ ചെയ്ത സാർമാർ പറഞ്ഞത് വീട്ടിൽ ചെന്ന് അമ്മയുടെ കൈ കഴുകിയിട്ട് വരാനാണ്. The interviewer asked me to just wash your ഇവനൊരു hands. ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് He just opened, had a ഒരു bucket of കൈ water. സോപ്പും എടുത്തുകൊണ്ട് വന്നു. He just had a soap in another അമ്മയോട് hand. കൈ നീട്ടാൻ പറഞ്ഞു. And he asked the mother to മഗ്ഗിൽ step വെള്ളം എടുത്ത് അമ്മയുടെ കൈയിലേക്ക് ഒഴിച്ചു. in. He just opened the poured the സോപ്പ് water on the പുരട്ടി mother. അവൻ അമ്മയുടെ കൈ കഴുകി. He was just applying the soap on the പെട്ടെന്ന് hands. അമ്മ വേദനയാൽ കരയുവാൻ തുടങ്ങി. Suddenly the mother cried. അവൻ ശ്രദ്ധിച്ച് അമ്മയുടെ കൈകളിലേക്ക് He was looking to the hands of the mother. നോക്കിയപ്പോൾ കൈയെല്ലാം മുറിഞ്ഞ് തൊലിയെല്ലാം ഇളകിയിരിക്കുകയാണ്. The mother's hands were all bruised അവൻ and അമ്മയുടെ jaw. കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ എല്ലായിടവും പൊള്ളലേറ്റ് തൊലി ഇളകിപ്പോയി. And it was seen the mother's hands were embroidered in the വിരലുകളുടെ jaw. ഇടഭാഗം എല്ലാം മുറിഞ്ഞിരിക്കുകയാണ്. It was all that we are having bruises. അവൻ ചോദിച്ചു, അമ്മ എന്ത് പറ്റിയത്? And he was asking, what happened? പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി And I have just labored for you. ദീർഘനാളുകളായി സോപ്പിട്ട് ഇങ്ങനെ തുണി കഴുകി തേച്ചപ്പോഴും തുണി അലക്കിയപ്പോഴും എന്റെ കൈ ഇങ്ങനെയായി. This is how it has happened. Long days of washing for yours. അവൻ പെട്ടെന്ന് തളർന്നു പോയി. And he was just already troubled. അവൻ സ്തംഭിച്ചു പോയി. He was just wondering. അവൻ പെട്ടെന്ന് മുറിക്കകത്തേക്ക് പോയി. He was just going back to his room. വാവിട്ട് കരയുവാനിടയായി. He was crying out aloud. വാവിട്ട് നിലവിളിക്കുവാൻ. He was crying aloud. അടുത്ത ദിവസം ഇന്റർവ്യൂവിന് കടന്നു. Next day he went for the interview. അവനോട് ചോദിച്ചു, നീ നിന്റെ അമ്മയുടെ കൈ കഴുകി കൊടുത്തോ? And he was being asked whether you washed your hands ഒരു of your ചോദ്യം mother. ചോദിച്ചു, എങ്ങനെ ഇരിക്കും? And he was asking how it was. കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ. He was having eyes filled with കണ്ണുകൾ tears. നിറഞ്ഞൊഴുകുവാൻ. The eyes filled with tears. അവൻ ചോദിച്ചു, എന്താണ് നീ കരയുന്നത്? Why you are crying? സാർ, എന്റെ അമ്മ എന്നെ ഇത്ര പാടുപെട്ടാണ് പഠിപ്പിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. I did not know my mother labored എന്നെ heavily for ഈ ഒരു me. നിലയിലേക്ക് എന്റെ അമ്മ എത്തിച്ചത്. This is how my mother brought ഇത്ര me up. പാട് സഹിച്ചാണെന്ന് ഞാൻ ഇന്ന് വരെയും അറിഞ്ഞു. I did not know that എന്നെ she suffered കേൾക്കുന്ന me. പ്രിയപ്പെട്ട ദൈവമക്കളെ, Oh dear ones, for നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? what our Lord Jesus has done കാൽവരി for us. ക്രൂശിലേക്ക് നോക്കിയാൽ, Looking into the cross of അവന്റെ Calvary. കൈകാലുകളിലേക്ക് നോക്കിയാൽ, Just look into his hands and അവന്റെ legs. തലയിലേക്ക് നോക്കിയാൽ, Look into his head. എല്ലാം മുറിവേറ്റതാണ്. Everything was bruised. തകർക്കപ്പെട്ട അവന്റെ ശരീരം, He was being broken in his അവന്റെ body. പുറം നീളത്തിൽ കീറിയിരിക്കും. He was being torn up in അവന്റെ his ചങ്കു wounds. കുത്തി തുറന്നിരിക്കുകയാണ്. It was opening up. അവന്റെ തലമുൾക്കിരീടത്താൽ തറയ്ക്കപ്പെട്ടു. His head was crowned with the thorns. കൈകാലുകളിലേക്ക് ആണി അടിച്ച് The കയറ്റിയിരിക്കും. nails were pierced in his hands and legs. വലിയ വേദനയാൽ അവൻ മുൻപോട്ട് പോവുകയാണ്. With heavy pains he was moving രാത്രി forward. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Dear children of God, hear me words അവൻ നമുക്ക് tonight. വേണ്ടി സഹിച്ച പാടെത്ര വലുത്. How much of the bruises he has suffered on. കൂറ്റന്മാർ അവനെ വളഞ്ഞപ്പോ, When the bulls of Bashan compassed him. ഉപേക്ഷയോടെ അലർന്ന സിംഹം അവന്റെ നേരെ വാവിളർന്നപ്പോ, When the lions were opening up its mouth. നിങ്ങൾക്ക് വേണ്ടി അവൻ ഇതെല്ലാം സഹിച്ചു. He suffered everything for each one of us. സാധു കൊച്ചു കുഞ്ഞുപദേശി ഒരിക്കൽ ക്രിസ്തുവിന്റെ കാൽവറിയെ കണ്ടിട്ട് When brother Sadhu Kuchunju, he was looking for പ്രകാരം അദ്ദേഹം മനോഹരമായ ഒരു പാട്ട് he പാടുവാനിടയായി. was just reciting the beautiful song. അരുമായുള്ള യേശുവേ കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ, അരുമായുള്ള യേശുവേ കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ, സകലവും മറന്നു ഞാൻ, സകലവും വെടിഞ്ഞു ഞാൻ, സകലവും മറന്നു ഞാൻ, സകലവും വെടിഞ്ഞു ഞാൻ, ദുർഘടമലകൾ കടന്നു വരും, ദുർഘടമലകൾ കടന്നു വരും, വീടും മറന്നു ഞാൻ, നാടും മറന്നു ഞാൻ, ഉടയവനേ നിന്റെ തിരുമുഖം കാൺമാ, വീടും മറന്നു ഞാൻ, നാടും മറന്നു ഞാൻ, ഉടയവനേ നിന്റെ തിരുമുഖം കാൺമാ, അടിയനെ വഴിയിൽ പലവിധ ആപത്തിൽ, അടിയനെ വഴിയിൽ പലവിധ ആപത്തിൽ, നടുവിൽ നീ നടത്തി പരിപാലിച്ചു, നടുവിൽ നീ നടത്തി പരിപാലിച്ചു, അപ്പനെ കാണുമൻ ജമ്മയെ കാണുമൻ ഓമനയുള്ളോ രക്ഷിതാവേ, അപ്പനെ കാണുമൻ അമ്മയെ കാണുമൻ ഓമനയുള്ളോ രക്ഷിതാവേ, സകലവും മറന്നു ഞാൻ,
സകലവും വെടിഞ്ഞു ഞാൻ, സകലവും മറന്നു ഞാൻ, സകലവും വെടിഞ്ഞു ഞാൻ. അരുമായുള്ള യേശുവേ നിന്നെ മതിയേ, അരുമായുള്ള യേശുവേ നിന്നെ മതിയേ, അരുമായുള്ള യേശുവേ കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ, അരുമായുള്ള യേശുവേ കുരിശിൽ മരിച്ചൻ ജീവനെ വീണ്ട രക്ഷിതാവേ. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി സകലതും സഹിച്ചു. The Lord Jesus has suffered everything for us. നമുക്ക് വേണ്ടി എല്ലാം നിവർത്തിച്ചു തന്നവൻ. He has fulfilled everything for us. ആശാൻ കൂറ്റന്മാർ അവന്റെ നേരെ വളഞ്ഞു വന്നപ്പോൾ, When all the bulls of Bashan compassed him, അവനെ വളഞ്ഞ് വിഴുങ്ങുവാൻ ഭാവിച്ചപ്പോൾ, when it was just compassed him to devour അവൻ him, നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചു. he suffered everything for us. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ Dear ones, in നമ്മുടെ these ഈ days, കൺവെൻഷനോടുള്ള ബന്ധത്തില് in concern with the നമുക്കും convention, അങ്ങനെ ഒരു നിലയിൽ മുമ്പോട്ട് യാത്ര in ചെയ്യാം. the same experience, let us all പരീക്ഷകൾ move forward. വരട്ടെ. Let the trial ചിലപ്പോൾ ഒരു come. കഷ്ടം വന്നേക്കാം, Maybe suffering ചിലപ്പോൾ pass. നിന്നയുടെ വാക്ക് വന്നേക്കാം, Maybe a sound ഒരാൾ of God നമ്മെ is അകാരണമായി walking. ശാസിച്ചേക്കാം. Maybe people just യേശു approach you. സഹിച്ചതുപോലെ As Jesus suffered, നമുക്കും അത് സന്തോഷത്തോടെ സഹിക്കാം. with joy let us suffer it. പ്രിയൻ നമുക്ക് വേണ്ടി അതെല്ലാം ചെയ്തു. Our God help us in His ആശാൻ salvation. ആട്ടിൻകൂട്ടം മേഞ്ഞു നടക്കട്ടെ. Let the bulls of ഞാൻ Bashan വാക്കുകൾ compass. ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I just shorten my words. അവസാനമായി അവർ മേയുന്ന സ്ഥലം ഗിലെയാദ്. The last place to be just fading about എന്താണ് ഈ Gilead. ഗിലെയാദിന്റെ അനുഭവം? What is Gilead's ഗിലെയാദ് എന്ന് experience? പറഞ്ഞാൽ അതിന്റെ അർത്ഥം കടുപ്പമുള്ളത്, കാഠിന്യമെന്നാണ്. It is the Gilead, the word meaning is hard. അവിടെയും നാം മേയണം. There we should also അല്പം be feeding. കടുപ്പമായ സ്ഥലത്തും നാം മേഞ്ഞു നടക്കേ. Maybe on the place of hardness that you are എപ്പോഴും being. സുഖം മാത്രം നോക്കി പോയാൽ പോലും. Just not looking for the always pleasant എപ്പോഴും place. സുഖമാണ് ഇഷ്ടം. Some people just desire only for all goodness. There is nothing to be എപ്പോഴും tried. അനുകൂല സാഹചര്യങ്ങൾ മാത്രം മതി. They are desiring only for പ്രതികൂല favorability. ഒന്നും വേണ്ട. They do not want any നിങ്ങളാണോ unfavorability. ഇഷ്ടപ്പെടുന്നത്? Whether you are desiring for that, അവർക്ക് ഇന്ന് സന്തോഷം മാത്രം മതി. some people desire only for joy. കടുപ്പമുള്ള ഉറപ്പുള്ള സ്ഥലത്ത് നാം മേയട്ടെ. We should also feed in the place of ഒരിക്കലും hardness. പോലീസുകാർ ചില ചെറിയ കുറ്റവാളികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. When the police people were caught gathering up victims, പോലീസുകാർക്ക് ചില സാങ്കല്പികമായ ശിക്ഷാരീതികളൊക്കെ ഉണ്ട്. they have some punishment സാങ്കല്പിക methods. കസാരയിൽ ഇരുത്തി സൈക്കിൾ ചവിട്ടിക്കും അവരെ കൊണ്ട്. They will just make them to cycle them. അങ്ങനെയൊക്കെ അവരെ ചെയ്യിക്കുമായിരുന്നു. They will just do it in സാങ്കല്പിക manner. കസാരയിൽ അവരെ ഇരുത്തും. With an imaginary cycle, they കസാരയില്ല, will. പക്ഷെ കസാര ഇരിക്കുന്ന പോലെ ഇരിക്കണം. They should be sitting as without any chair. സൈക്കിൾ ഇല്ല, പക്ഷെ അവരിങ്ങനെ സങ്കല്പിച്ച് ചവിട്ടിക്കൊണ്ടിരിക്കും. With an imagination, they should cycle. ഒരു 5-6 പേര് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. There will be 5 or 6 ഒരു people cycling. ബെഞ്ചിലിരുത്തി എസ് ഐ ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. One person as sub-inspector was doing it. പോലീസുകാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. The police people were witnessing. നോക്കിയപ്പോ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു. One person was just still. ഇടയ്ക്കിടയ്ക്ക് മണിയൊക്കെ അടിക്കുന്നുണ്ട്. He was just ringing bells. അപ്പൊ എസ് ഐ ഓടി ചെന്നപ്പോ പെട്ടെന്ന് സൈക്കിൾ ചവിട്ടാന്ന് പറഞ്ഞു. The sub-inspector was asking to cycle. എന്താണ് നീ വെറുതെ ഇരിക്കുന്നെന്ന് ചോദിച്ചു. And he asked why you അപ്പൊ are അദ്ദേഹം sitting പറഞ്ഞു, down. സാറേ ഇപ്പൊ ഞാൻ ഇറക്കം വിട്ടോണ്ടിരിക്കുകയാണ്. And I'm just sloping down. എല്ലാവർക്കും ഇറക്കം വിടാനാ ഇഷ്ടം. They were just decided കയറ്റം to go കയറാൻ down. ഇഷ്ടമില്ല. They are not going to hard. ചവിട്ടി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. They are not to ride up. ഇറക്കമാണെങ്കിൽ സുഖമാണ്. If they are being pleasant to go ഞാൻ in the loud ചോദിച്ചോട്ടെ, ഈ place, ഇറക്കം എവിടെ വരെ ചെല്ലും? how much this you go for the ഈ details? ഇറക്കമാണെങ്കിൽ ചെന്ന് പാതാളത്തിലോട്ടായിരിക്കും പോകുന്നത്. If always the slopeness that you go to hell, കടുപ്പമേറിയ സ്ഥലം, it is a hard and the അതാണ് hard. ഗിലെയാദ് എന്ന് പറയുന്നത്. That's what Gilead. അവിടെയും നമുക്ക് മേയുവാനിടയാകും. There we should be fed. ദൈവത്തിന് മഹത്വമുണ്ടാകും. Praise be to എങ്ങനെ അത് God. സാധ്യമാകും? How it is possible? ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ Coming to book of 7-ന്റെ Judges, 3-ം വാക്യം വായിച്ചാൽ reading 7:3. ഗിദെയോൻ ഒരു കൂട്ടരെ അവരെ തെരഞ്ഞെടുക്കുകയാണ്. There one people were selected by അവിടെ Gideon. ഗിലെയാദ് പർവ്വതത്തിൽ നിൽക്കുമ്പോൾ When they are being at the ഒരു place of ഡിക്ലറേഷൻ അവിടെ Gilead, നടത്തുവാനിടയായി. there is a declaration made. ഭയവും ഭീരുത്വവും ഉള്ളവർ പൊയ്ക്കൊള്ളട്ടെ. Those who are being fearful and terrified that to go. ഒരു പുരുഷാരം കടന്നുപോയി. Many group of people ഏതാണ്ട് go. 22,000 പേരോളം കടന്നുപോയി. Around 22,000 എന്താണ് people അവർ went. കടന്നു പോകുവാൻ കാരണം? What was the reason they went അവർക്ക് up? ഭയമാണ്, They are being അവർക്ക് hurt and wild. ഭീരുത്വമാണ്. They are afraid. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. അങ്ങനെയുള്ള ഭീരുത്വത്തോടെ നിന്നാൽ If you are being ഈ afraid, കൺവെൻഷൻ നമുക്കൊരു വല്ലാത്ത ഗിലെയാദായി തീരും. maybe this convention will be ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to മുമ്പിൽ God. ചെയ്യുവാൻ കിട്ടുന്ന ഏത് കാര്യമാണെങ്കിലും But all the duties that you are given ദൈവഹിതപ്രകാരം ചെയ്യേണ്ടതാണെങ്കിലും should be done with the will of God, ധൈര്യമായിട്ട് ചെയ്യുവാൻ തയ്യാറായിക്കൊള്ളേണം. with boldness that you should do it. നമ്മുടെ നടത്തിപ്പുകാർ നമ്മെ ഏൽപ്പിക്കുന്ന ചുമതലകൾ With all the responsibility handed over to ഏതായിരുന്നാലും ഒരു you. ധൈര്യമായി ചെയ്തുകൊള്ളേണം. If it is anything that അതിൽ you should നിങ്ങൾ do it, ധൈര്യപ്പെട്ടു പോകേണ്ട. do not be discouraged. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ഭയവും ഭീരുത്വമുണ്ടെങ്കിൽ അവിടെ നിൽക്കുവാൻ സാധ്യമല്ല. If you are being afraid and you അപ്പൊ are ഈ being രണ്ട് fearful, കാര്യങ്ങൾ നമ്മൾ നീക്കിക്കളയണം. 2 things to be let off. ഭയവും വേണ്ട, ഭീരുത്വവും വേണ്ട. No fearness. മഴ nothing to be- പെയ്യുമോ എന്നുള്ള പേടി വേണ്ട. Do not have a fear that rain will മറ്റെന്തെങ്കിലും come. സംഭവിക്കുമോ എന്നുള്ള പേടിയൊന്നും
വേണ്ട. Do not have a fear that anything will ദൈവം happen. നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ അത് മതി. If God is in our midst, that is enough. എന്തായിരുന്നാലും അത് നന്മയ്ക്ക് മാത്രം. If it is of anything, let it be for നാം good. ഗിലെയാദിൽ മേയുന്നവരാകണം. We should be fed in ഈ ഗിലെയാദിൽ ചില Gilead. നന്മയുടെ അനുഭവങ്ങളുണ്ട്. There is a goodness in this യിരെമ്യാ Gilead. പ്രവചനം 8:22 വാക്യം വായിക്കുമ്പോൾ Jeremiah 8:22. ഗിലെയാദിൽ തൈലമുണ്ട്, വൈദ്യനുണ്ട്, രോഗശാന്തി ഉണ്ടെന്ന് അവിടെ പറയുക. There is a physician, there is an oil, and ഇവിടെ also there is ഒരു sickness healed. തൈലമുണ്ട് പ്രിയമുള്ള ദൈവം. There is an oil in it. യഹോവയുടെ നാമം പകർന്ന തൈലമാണ്. It is in the name of the Lord becoming an oil. പരിശുദ്ധാത്മാവ് ഒരു തൈലമാണ് നമ്മുടെ മധ്യേ. The Holy Spirit is becoming as an ഈ oil. ഗിലെയാദിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ When this you are being fed ഒരു in Gilead, തൈലം നമ്മുടെ മേൽ വരുവാനിടയാകും. you have an oil of an ointment. സുഗന്ധ തൈലമുണ്ട്, There is a fragrant oil. അഭിഷേകത്തിന്റെ തൈലവുമുണ്ട്. There is an oil of anointing. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. അഭിഷേകത്താൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് അനുഭവങ്ങളാണത്. There are two experiences that you are receiving ഒന്ന്, through ദൈവം anointing. നമ്മെ അഭിഷക്തരാക്കി തീർക്കുന്നു. One, the God is making മറ്റൊന്ന്, anointed. നമ്മെ സൗരഭ്യവാസനയുള്ളവരാക്കി തീർക്കുന്നു. Next, you are made as a fragrance. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. അവിടെ ഒരു വൈദ്യനുണ്ട്. There is a physician. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. നമ്മുടെ കർത്താവ് നമുക്കൊരു നല്ല വൈദ്യനാണ്. Our Lord Jesus is a physician to ദൈവത്തിന് us. മഹത്വം ഉണ്ടാകട്ടെ. Praise be to ഇന്ന് God. രാത്രിയിലും Tonight, ഈ ദിവസങ്ങളിലും in these ഇവിടെ days, കടന്നു വരുന്ന ഓരോരുത്തരും ആ വൈദ്യനെ കാണുവാനിടയാകും. each one of them is coming here to യേശു pray നമ്മുടെ this നല്ല vision. വൈദ്യനാണ്. Our Lord Jesus is അവൻ a good physician. നമ്മുടെ മധ്യേ ഉണ്ടായിരിക്കുമ്പോൾ When He is in our midst, കടന്നു വരുന്നവർ അവനെ അനുഭവിപ്പാനിടയാകും. those who are coming down, let them experience Him. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to God. അടുത്തത് അവിടെ രോഗശാന്തിയുണ്ട്. Next, there is a divine healing. രോഗികളായിട്ടുള്ളവർ വന്നാൽ If there are sick അവർ people coming in, സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകണം. they should be healed. നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. The most important thing in your prayers, രോഗികൾ സൗഖ്യം പ്രാപിക്കണം. the sick people should be healed. ഗിലെയാദിൽ നാം മേഞ്ഞുകൊണ്ടിരുന്നാൽ When you are fed in അല്പം Gilead, കടുപ്പമുള്ള സ്ഥലമാണിത്. it's being a hard നമ്മുടെ place. ഇഷ്ടം പോലെ ഒന്നും പോകാൻ പറ്റുകയില്ല. You cannot go on your own. അത് ഒരു വ്യക്തമായ നടത്തിപ്പിലൂടെ മാത്രമേ പോകുവാൻ കഴിയൂ. It is only but the guidance that is God. കോലിന്റെ കീഴിൽ നടത്തപ്പെടേണ്ട അനുഭവമുണ്ട്. It is all being under control. അങ്ങനെ അല്പം കടുപ്പമേറിയ അവസ്ഥയായിരുന്നാലും If there is being a tough അവിടെ place, ഒരു തൈലമുണ്ട്. there is an oil of അവിടെ നമുക്കൊരു anointment. വൈദ്യനുണ്ട്. There is a physician. അവനാൽ നമുക്കൊരു സൗഖ്യമുണ്ട്. He make a heavy അത് healing. നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല, It is not the healing in your നമ്മുടെ body. ആത്മാവിന്റെ സൗഖ്യം കൂടെ നമുക്ക് It അനുഭവിപ്പാനിടയാകും. is also an experience of healing in your spirit. അകത്തും പുറത്തും ഒരു സൗഖ്യം നാം അനുഭവിക്കുക. Healing inward and outward. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ Coming to Gospel of Luke, 12-ാം അധ്യായത്തിന് 32-ാം വാക്യം നാം വായിച്ചാൽ chapter 12 verse 32. ആട്ടിൻകൂട്ടത്തോട് കർത്താവ് പറയുകയാണ്, Looking into the flock, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. fear not. ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. O little flock, fear not. പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട. O dear ones, do not be afraid. ആട്ടിൻകൂട്ടത്തോട് ദൈവം പറയുക, Saying to the flock, ഒരുപക്ഷെ ചെറിയൊരു കൂട്ടമായിരിക്കാം, maybe a small group of people, ഭയപ്പെടേണ്ട. fear not. ഞാൻ നിന്റെ ദൈവമാണ്. I am thy God. ഭ്രമിച്ചു നോക്കേണ്ട. Do not be afraid. ഞാൻ നിന്നെ കൈവിടാത്തവൻ. I am not ഈ looking all കൺവെൻഷനിൽ over. ദൈവം നമുക്ക് ഒരു വാഗ്ദത്തത്തെ കൊടുത്തരികയാണ്. God is giving you a promise. ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. O little flock, fear ഒന്നിനെ not. കണ്ടും ഭയപ്പെടേണ്ട. Do not be afraid of anything. പ്രകൃതിയുടെ ശക്തികളോ When there are weather നമ്മുടെ conditions, മുമ്പിൽ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളോ when there are other things to be ഒന്നിനെ had, കണ്ട് നാം ഭയപ്പെടേണ്ട. do not be afraid of anything. ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. God is in your midst. അവനാണ് നമ്മുടെ വൈദ്യൻ. He is a physician. അവനാണ് നമ്മുടെ നായകൻ. He is our leader. അവന്റെ സാന്നിധ്യമാണ് നമ്മുടെ അനുഗ്രഹം. His presence is our ദൈവത്തിന് blessing. സ്തോത്രം. Praise be to God. ഭയപ്പെടേണ്ട. Fear not. പ്രകൃതി ചിലപ്പോൾ പ്രതികൂലമായി വരാം. Maybe the weather conditions become മറ്റ് ചില unfavorable. അനുഭവങ്ങൾ നമുക്ക് പ്രതികൂലമായി വരാം. Maybe any other condition becoming അനുകൂലം unfavorable. നിൽക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. Nobody there to be in your favorable side. നമുക്കറിയാവുന്ന ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയിൽ എല്ലാം ഒരു വലിയ പ്രളയം ഉണ്ടാകുവാനിടയായി. We find that we had a little bit of flood in കഴിഞ്ഞ the ഓഗസ്റ്റ് days. മാസം 15-ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത് ഉണ്ടായി. In August 15, we had in every ഞങ്ങൾ place. പാർത്തിരുന്ന സ്ഥലങ്ങളിലും അതൊക്കെ ഉണ്ടാകുവാനിടയായി. We also had experiences in our ഞാൻ place. പാർത്തിരുന്ന മല്ലപ്പള്ളി ഫെയ്ത്തോമില് I was dwelling at Malapalli. വൈകിട്ട് 4 മണി ആയപ്പോൾ തുടങ്ങി വെള്ളം ഒഴുകി അകത്തേക്ക് കയറാൻ തുടങ്ങി. Around 4 o'clock, the waters are coming inside. ആദ്യമൊക്കെ ഒരു പ്രയാസം തോന്നി. In the beginning, it was പിന്നെ all difficult. പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. I was thinking that it was not to be രക്ഷപ്പെടാനുള്ള allowed. പഴുത് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് തോന്നി. I was just thinking about for a അപ്പോൾ way of escape. പ്രവർത്തിക്കാൻ തുടങ്ങി. I was working. ആദ്യം പ്രയാസം തോന്നിയപ്പോൾ ഇങ്ങനെ നിന്നു. I was just looking up with the പിന്നെ difficulty. പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല, പ്രവർത്തിച്ചേ പറ്റുമെന്ന് തോന്നിയപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി. Then I just went for acting. ഭയവും അധൈര്യവും ഒക്കെ തോന്നിയപ്പോൾ Maybe you are being ദൈവശബ്ദം troubled. കേൾപ്പിച്ചു, ഭയപ്പെടേണ്ട. God's voice was here. Fear ധൈര്യമായിരിക്കാൻ not. ദൈവം പറഞ്ഞു. That God was extremely ആ വാക്കിൽ ഞങ്ങളൊക്കെ നിലനിൽപ്പാനിടയായി തീർന്നു. We are be all sustaining on the രാത്രി word. ഒരു 10 മണിയായ സമയം Around 10 o'clock in the night, ഞങ്ങളുടെ വീടിനകത്ത് എന്റെ ഏതാണ്ട് അരയ്ക്ക് മുകളിൽ വെള്ളം ആയി കഴിഞ്ഞു. the waters were coming up around എന്റെ my മുറിയിലുള്ള head. സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. I was just transferring എന്റെ my കൂടെ things 4 to യവനക്കാർ സഹോദരന്മാരുണ്ട്. There were 4 people around with me. കറണ്ടില്ല. No എവിടെ electricity. നോക്കിയാലും കൂരിട്ടാണ്. Always darkness. ഉണ്ടായിരുന്ന ലൈറ്റുകളുടെ ഒക്കെ ചാർജ് പോയി. Everything was discharged. ചെറിയ ടോർച്ച് എന്റെ വായിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. I was just holding up a torch in my mouth and going കൂടെയുള്ള fast. സഹോദരന്മാർ എന്റെ ബുക്സും മറ്റു കാര്യങ്ങളും ഒക്കെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. And the other people were just transferring things. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to പെട്ടെന്ന് God. എന്റെ കാലിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ എനിക്ക് തോന്നി. I was just troubled and ഞാൻ relaxed. ടോർച്ച് അടിച്ച് താഴേക്ക് നോക്കുമ്പോൾ I was just holding up the torch down. ഒരു വളവളപ്പൻ പാമ്പ് എന്റെ കാലിൽ കൂടെ ചുറ്റി മേളിലേക്ക് കയറുകയാണ്. A serpent was just coiling up now. പെട്ടെന്ന് അന്നേരം
ഒന്നും തോന്നിയില്ല. Suddenly I did not feel anything. ഒരു വള്ളി എടുത്ത് കളയുന്ന ഒരു എടുത്തൊരു ഏറ് വെച്ചോളൂ. I was just taking up as a അത് rope. അടുക്കളയിലേക്ക് പോയി കബോർഡിലോ അവിടെ മറ്റേ പാത്രത്തിലും കണ്ട് കയറി ഇരിപ്പുണ്ട്. It was just going to the kitchens. അന്നേരം ഒന്നും തോന്നിയില്ല. I did not feel anything. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ഏതാണ്ട് ഒരു വിഷമം പോലൊക്കെ തോന്നുന്നുണ്ട്. But now I feel something out there. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ഭയം അന്നേരം തോന്നിയില്ല. The fearness was ചെറിയ not there. കൂട്ടമേ ഭയപ്പെടേണ്ട. Oh little flock, fear എത്രയോ not. ജനങ്ങൾ അതിന്റെ കെടുതി അനുഭവിച്ചു. How many were being അവിടെ destroyed for ഉള്ളവരെല്ലാം that? പാപികളായതുകൊണ്ടൊന്നും അല്ല അങ്ങനെ സംഭവിച്ചു. It is not they are all sinners. ചിലരൊക്കെ ചിന്തിക്കും അവിടെ ഉള്ളവരെല്ലാം പാപികളും പിന്മാറ്റക്കാരും ആയതുകൊണ്ടാണ്. Some people may think they are being all sinners and they അങ്ങനെയൊന്നും backslided. സംഭവിച്ചതൊന്നും അല്ല. It is not likewise. നമ്മുടെ ഫൈത്തോമൾക്കൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായി. All some ചില people നാളുകൾക്ക് have മുമ്പ് നമ്മുടെ difficulties. ഇരുമ്പല്ലൂർ ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവൻ വെള്ളത്തിലായി. Some days ago their അപ്പൊ fear അതൊന്നും of വലിയ കുഴപ്പം കൊണ്ടുണ്ടായതൊന്നും അല്ല. It is not because of അത് problem. പ്രകൃതിക്ഷോഭമാണ്. It is the weather conditions become പ്രകൃതിക്ഷോഭം unfavorable. ഉണ്ടായാലും എല്ലാം കുഴപ്പമാണെന്ന് പറയുന്നവരുണ്ട്. Some people say unfavorable weather അത് conditions is a problem. പ്രകൃതിയുടെ കുഴപ്പമല്ല, അവരവരുടെ കുഴപ്പമാണ്. It is something because of their own problems. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ചു കേട്ടത് Reading on to the ചെറിയ scriptures. ആട്ടിൻകൂട്ടമേ ഭയപ്പെടേ. Oh little flock, fear നിങ്ങൾ not. ഭയപ്പെടേണ്ട. Do not ഈ fear. കൺവെൻഷനിൽ ദൈവം നമുക്കൊരു വാഗ്ദത്തം തരികയാണ്. God is giving a promise in the convention. ഭയപ്പെടേണ്ട. Fear not. അവൻ നമ്മുടെ മധ്യയുണ്ട്. He is being in our midst. യോഹന്നാന്റെ സുവിശേഷം 10:16 വാക്യം വായിക്കുമ്പോൾ John chapter 10 verse 16. ഒരു ഇടയനും There is a shepherd. ഒരു ആട്ടിൻകൂട്ടവും. A small group of flock. നമുക്ക് ഒരേ ഒരു ഇടയനേ ഉള്ളൂ. We have one അത് shepherd. നമ്മുടെ കർത്താവായ യേശുവാണ്. He is our Lord നാം Jesus ഒരൊറ്റ Christ. കൂട്ടം മാത്രമാണ്. We have one group of flock. പണ്ട് കാലങ്ങളില് In the old days, നമ്മുടെ കൺവെൻഷൻ വേദികളിൽ in the convention പ്രത്യേകിച്ച് places, ആഹാരം വിളമ്പുന്ന സ്ഥലത്ത് especially in the dinner. എന്റെ ചെറിയ ഓർമ്മയിലുണ്ട്. As I had small, കൊട്ടാരക്കര സാർവദേശീയ കൺവെൻഷനിൽ ഭക്ഷണം വിളമ്പുമ്പോൾ when the food was served in the Kottarakkara ഇതുപോലെ convention, ബൊഫേ ഒന്നും അല്ല, വിളമ്പി കൊടുക്കുകയാണ്. it was just served for each one ഇങ്ങനെ of them. വരിവരിയായിട്ട് ആളുകൾ ഇരിക്കും. People were sitting down. കൊട്ടയ്ക്കകത്ത് ചോറ് കൊണ്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കും. They will be just served on പ്രായമുള്ള ചില അപ്പന്മാരുണ്ടായിരുന്നു. There were old people. ഉമ്മന്നൂരൊക്കെ മറ്റും ചില പ്രായമുള്ള അപ്പന്മാരുണ്ടായിരുന്നു. We had old brothers. അവരൊക്കെ ഇങ്ങനെ മൈക്കിയ പഴയ ഒരു പന്ന പൊട്ട മൈക്കൊക്കെ ആണ്, അതും പിടിച്ചുകൊണ്ടൊരു പാട്ടങ്ങ് പാടും. They will just hold up a small mic ദൈവത്തിന്റെ and sing. രാജ്യം ഭക്ഷണമോ അല്ല പാനീയമോ അല്ല എന്നൊക്കെ പറഞ്ഞൊരു പാട്ടങ്ങ് പാടും. They sing a hymn ആ of God പാട്ട് is ചിലപ്പോൾ not ഒറ്റ to drink. മണിക്കൂർ നിലനിന്ന് പോകും. The song will go for 1 hour. ആദ്യം വിളമ്പി ആളിന് തുടങ്ങി അവസാനം വരെ വിളമ്പി കിട്ടുന്ന ആൾ വരെയും എല്ലാവരും ശാന്തമായിരിക്കും. Everyone will be sit silent from the first service to the last service. Now it is no time. കിട്ടുന്നതിന് മുമ്പേ ചൂടാണെങ്കിൽ ഊതി ഊതി പെട്ടെന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോവുകയാണ്. Now they have been just eating hurriedly. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to God. ആരോട് പറഞ്ഞോല്ല ഇന്നാ ഉണ്ണി ചോറ് ഇന്നാ അമ്മ ചട്ടി. And some people are saying that you have this അത്രേ food. ഉള്ളൂ. എങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പോവുകയാണ്. And just handing up as ചിലപ്പോൾ soon as. കൊടുക്കാനും നിൽക്കത്തില്ല, ഏതെങ്കിലും ഒടിയുടെ കീഴിലേക്ക് എറിഞ്ഞിട്ട് പോകും. Some people do not be handing over, they will just lay it aside. ഇല്ലെന്നാണ് എന്റെ തോന്നല്. I am just thinking that is not here. പരിധിവരെയൊക്കെ എനിക്കും അറിയാം. I know that something. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to God. ഒരു ഇടയനും ഒരാട്ടും കൂട്ടും. And there is one group of ആ flock. ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാം. In the same experience, ഒരു let us all move നല്ല ഇടയൻ forward. നമുക്കുണ്ട്. We have a good ഈ ഇടയൻ shepherd. നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? What does this shepherd ഇടയനെ have കുറിച്ച് done? ബൈബിൾ പറയുമ്പോൾ Saying about the 3 shepherd, ഭാഗമായി നമുക്ക് കാണുവാൻ കഴിയും. 3 parts of it. ഒന്ന് ഒരു നല്ല ഇടയൻ, One, a good shepherd. 2 ഒരു വലിയ ഇടയൻ, One, a great 3 shepherd. ഒരു ശ്രേഷ്ഠ ഇടയൻ. Third is a എന്താണ് great one. നല്ല ഇടയൻ ചെയ്തത്? What is the good അവൻ shepherd നമുക്ക് has വേണ്ടി done? തന്റെ ജീവനെ നൽകി. He has given up his എന്താണ് life. വലിയ ഇടയൻ ചെയ്തത്? What is the great അവൻ shepherd has നമുക്ക് done? വേണ്ടി ഉയർത്തുപോയി. He was just എന്താണ് raised up. ശ്രേഷ്ഠ ഇടയൻ ചെയ്യുവാൻ പോകുന്നത്? What is the most high അവൻ great നമുക്കായി shepherd? മടങ്ങി വരുവാൻ പോകും. He was going to come യോഹന്നാൻ back. 10:11 വാക്യത്തിൽ John chapter 10:11. നല്ല ഇടയനെ കാണുവാൻ കഴിയും. Seeing a good shepherd. എബ്രായർ 13:20 വാക്യത്തിൽ Hebrews 13:20. വലിയ ഇടയനെ കാണുവാൻ You കഴിയും. can find the mighty shepherd. പത്രോസിന്റെ 1 ലേഖനം 5:4 വാക്യത്തിൽ When you read 1 ആ Peter 5:4, ശ്രേഷ്ഠ ഇടയനെ നമുക്ക് കാണുവാൻ we കഴിയും. find the great shepherd. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to chief shepherd. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to God. അവൻ നമുക്ക് നല്ല ഇടയനാണ്. He is a good shepherd. അവനൊരു വലിയ ഇടയനാണ്. He is a great shepherd. അവനൊരു ശ്രേഷ്ഠ ഇടയനാണ്. He is a chief നല്ല shepherd. ഇടയൻ നമുക്കായി ജീവനെ നൽകി. He was giving up his whole വലിയ life. ഇടയൻ നമുക്ക് വേണ്ടി ഉയർത്ത സ്വർഗ്ഗത്തിൽ പോയി The സ്ഥലമൊരുക്കുകയാണ്. great shepherd has gone to the heavenly ശ്രേഷ്ഠ place to ഇടയൻ pray. നമുക്കായി വരുവാൻ പോകും. The chief shepherd is going to നമ്മുടെ come back. പ്രവർത്തിക്ക് പ്രതിഫലം തരുവാൻ. He will not give you the reward. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായുള്ളൂ. Oh shepherd God who is leading us, the ഇസ്രായേലിന്റെ shepherd of God. ഇടയനായുള്ളവേ, Oh God who has ഈ been കൺവെൻഷന്റെ ഓരോ ഭാഗങ്ങളിലും in the midst of this convention നാം ഒരു place, ആട്ടിൻകൂട്ടമായിരിക്കും. we should be a flock. നമ്മുടെ കർത്താവ് ഒരു നല്ല ഇടയനായി. Our God is being a shepherd to you. അവൻ നമുക്ക് വേണ്ടി ജീവനെ നൽകി. He is giving up his അവൻ life for നമുക്ക് you. ഉയർത്തുപോയി. He has risen up. വേഗത്തിൽ അവൻ മടങ്ങി He വരും. will soon come യേശു back. മടങ്ങി വരുമ്പോൾ When Jesus comes ഈ back, രാത്രി ഇപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, dear ones hearing my words ഈ tonight, 2018 നവംബറിലെ ഈ കൺവെൻഷനിൽ this November 2018 നിങ്ങൾ convention, എന്ത് പ്രതിഫലം പ്രാപിക്കും? what you have been getting as a ഈ reward, കൺവെൻഷനിൽ പ്രതിഫലത്തിനായി നിങ്ങൾ എന്ത് ചെയ്യും? what you are doing to get as a എത്ര reward, പേർക്ക് അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ കഴിയും? how many are laboring for സ്വർഗത്തിൽ it. ഏതാണ്ട് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലല്ല. It is not for the desire ഞാൻ to get നിങ്ങൾ ചെയ്യുന്ന something. ദൈവത്തിന്റെ പ്രവർത്തിയാണ്. You are doing all the work of God. ദൈവത്തിന്റെ പ്രവർത്തിയാണ്. It is the work of ഞാൻ God. അതിനുവേണ്ടി പ്രവർത്തിക്കും. I will do it for it. അതിനായി കഷ്ടപ്പെടും. I will labor with it. അതിനായി അധ്വാനിക്കും. I will just work എന്റെ for it. ജീവനെ കൊടുക്കും. I will give എന്റെ my life. നന്മകളെ അതിനായി ചെലവഴിക്കും. I will give my എന്റെ goodness. സമയം ഞാൻ അതിനായി കൊടുക്കും. I will spend my time. ജോലിയുള്ളവരുണ്ടെങ്കിൽ അല്പം ഒന്ന് മാറ്റിവെച്ചാൽ നല്ലതാണ്. That those who have been working people, ദൈവത്തിന്റെ പ്രവർത്തിക്ക് നമുക്ക് സഹായികളായി തീരാം. we can be ഇത് helpers രാത്രി to the work ഇരിക്കുന്ന of എല്ലാവർക്കും God. അത് തീരുമാനിക്കാം. All people ഞാൻ desire. അതിന് സഹായിയായിരിക്കും. I am
being the ഒരു നിമിഷം helper. കണ്ണുകളെ അടയ്ക്കാം. Dear ones, close your ഒരു eyes. തീരുമാനം നമുക്ക് എടുക്കാം. Let us take a decision. ഏലിയാവിനെ പോലെ ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. Take up a challenge like ദൈവമക്കളെന്ന് Elijah. തെളിയിക്കേണ്ടവരാണ് നാം. We should be proving as to God. മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ്. We should be keeping our faith കരങ്ങൾ in the ഉയർത്തി midst of ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. We should be raising up our hands to അനുഗ്രഹത്തിന് pray. വേണ്ടി നമ്മളാവത് നമുക്ക് പ്രവർത്തിക്കാം. We should labor up for that നമ്മളാവത് blessing. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray for ഇതിനു it. വേണ്ടി നമുക്ക് അധ്വാനിക്കാം. Let us labor for ഒരു it. നല്ല ഇടയൻ, A good ഒരു shepherd, വലിയ ഇടയൻ, a great shepherd, ശ്രേഷ്ഠ ഇടയൻ, a chief അവൻ shepherd. നമുക്കായി മടങ്ങി വരാൻ പോകും. He is going to come back. പ്രതിഫലം അവന്റെ പക്കലുണ്ട്. The reward is with him. അവൻ നമുക്ക് വേണ്ടി നന്മകൾ തരുന്നു. He was going to give the ഈ goodness. കൺവെൻഷനിലൂടെ നാം ആ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. We are going to experience this through this convention. അവനാൽ നമുക്ക് നടത്തപ്പെടാം. Let us be led by him, ഒരാട്ടിൻകൂട്ടമായി തീരാം. by a flock. ഒരു നല്ല ഇടയൻ നമ്മുടെ മധ്യവും. We have a good എല്ലാവരും shepherd. കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥന. Close your eyes and pray for ഇതിനു വേണ്ടി us. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? What you are going to do for ആ us. മനുഷ്യന്റെ പ്രവൃത്തിയല്ല ചെയ്യുന്നത്. It is not the work of man. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. You are going for the work of ദൈവത്തിന്റെ God. പ്രവൃത്തി മാത്രമാകുന്നു. Only the work of ആ ഒരു God. വെളിപ്പാടോടെ നമുക്ക് ചെയ്യാം. With the revelation, ഒരു let us do ഗ്ലാസ് it. എടുത്താൽ ദൈവത്തിന് വേണ്ടി, If you are taking a glass, it ഒരു should be for വെള്ളം God. കൊടുത്താൽ അത് ദൈവത്തിന് വേണ്ടി, If you're giving a water, it should be for എടുത്താൽ അത് God. മടക്കിയാൽ ദൈവത്തിന് വേണ്ടി, If you are rolling up a mat, ഒരു it's for പേപ്പർ God. എടുത്ത് കളഞ്ഞാൽ കർത്താവിന് If വേണ്ടി. you're throwing up the നമുക്ക് paper, ആ it's for മനസ്സോടെ God. ചെയ്യാൻ പ്രിയപ്പെട്ടവർ. Let us do it with one mind. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായുള്ളവേ, Oh Lord, who have been leading us as ഇസ്രായേലിന്റെ a flock. ഇടയനായുള്ളവേ, Oh God, you are being a silver lights. നമ്മെ അറിയുന്ന ദൈവം, Your Lord who നമ്മെ knows you. കരുതുന്ന ദൈവം, The Lord who cares for നമ്മെ you. പരിപാലിക്കുന്ന ദൈവം, The Lord who comes നമ്മെ in for you. സംരക്ഷിക്കുന്ന ദൈവം. He is ഈ preserving for you. കൺവെൻഷനിൽ ദൈവം നമ്മെ അങ്ങനെ അനുഗ്രഹിക്കുമാറാണ്. Let the Lord help us for this എല്ലാവരും convention നന്മകൾ likewise. നമ്മുടെ മേൽ പകരുമാറാകും. All the goodness and blessings to be സ്വർഗ്ഗം നമ്മുടെ showered. മധ്യേ തുറക്കപ്പെടുമാറാകും. Let the heavens be open in our കടന്നു midst. വരുന്നവർ ദൈവസാന്നിധ്യം അനുഭവിക്കും. Those who are coming down, let them experience the presence of God. കർമ്മേലിന്റെ നടുവിലായിരിക്കാം. Let us be in the midst of Carmel. കാട്ടിന്റെ നടുവിലായിരിക്കുമ്പോൾ When you are being in the woods, ദൈവത്തിന്റെ കോലിനാൽ നടത്തപ്പെടാം. with the Lord you will be led. പുരാതന കാലങ്ങളിൽ എന്ന പോലെ As in the days of old, ആശാനിലും ഗിലെയാദിലും ഒക്കെ നമുക്ക് മേഞ്ഞു നടക്കാം. let us be grazing in the Bashan and ദൈവിക the Yard. അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാം. Let us experience the blessing from ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും. Let the Lord bless us with His words.